ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം 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 ഇങ്ങനെ അത് മാത്രമേ ചൊല്ലൂ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ സകലമഴിഞ്ഞ് തണിഞ്ഞ് കേവലത്തിൻ മഹിമയുമറ്റ് മഹസ്സിൽ ആണിടേണം. നമ്മളതിലേക്ക് ആ സാഗരത്തിലേക്ക് ആത്മാവാകുന്ന സാഗരത്തിലേക്ക് ഇങ്ങനെ അത് അമർന്ന് വൃത്തിശൂന്യമായിട്ട് അകം. ഈ നിമിഷത്തിൽ നമ്മുടെ അകം ഞാൻ പോയി ദൈവവുമായിട്ട് സന്ധിക്കും. ഞാനും ദൈവവും തൊട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന ദൈവം ഏറ്റവുമായിട്ട് അറിയുന്നത്. അറിയാണ്, കേൾക്കല്ല. ദൈവം എൻ്റെ അന്തരസ്ഥമായ പ്രാർത്ഥന കേൾക്കുന്നു. ആ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ദൈവവും ഞാനും ഒന്നായിട്ട് കലരണം. ഞാൻ പാടില്ല, ദൈവം മാത്രമേ ഉള്ളൂ എന്ന അനുഭൂതിയാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം. അതാണ് പരമസായുജ്യം എന്ന് പറയുന്നത്. അത് പ്രാർത്ഥനയുടെ ലക്ഷ്യമാണ്. ആ ഒരു തലത്തിലേക്ക് പ്രാർത്ഥന ഉയർന്നു വരുമ്പോൾ എന്തിന് എന്ന ചോദ്യം, ദൈവം പ്രാർത്ഥനയുടെ പ്രയോജനം എന്തെന്ന് ചോദിക്കുമ്പോൾ പരമാനന്ദമാണ് പ്രാർത്ഥനയുടെ പ്രയോജനം. നമുക്ക് പരമമായ ആനന്ദം, അതാണ് ആവശ്യം. അപ്പോൾ പ്രാർത്ഥന എങ്ങനെ എന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു. തനിച്ചിരിക്കുമ്പോൾ ഗുരുവിൻ്റെ ഒരു വരിയെടുത്ത് നിങ്ങൾ പല പ്രാവശ്യം ആഴത്തിൽ അനുഭവിക്കുക. പല പ്രാവശ്യം ആഴത്തിൽ അനുഭവിച്ച് ഇരിക്കുക. തനിച്ചുള്ള പ്രാർത്ഥനയാണ് ഞാൻ പറയുന്നത്, കൂട്ടായിട്ടുള്ളതല്ല. കൂട്ടായിട്ട് നിങ്ങളങ്ങനെ ഒരിക്കലും ചൊല്ലാൻ പാടില്ല. കൂട്ടായിട്ട് എല്ലാവരും ഒരുമിച്ച് ചൊല്ലണം, നല്ല രീതിയിൽ ചൊല്ലണം, സഹകരിച്ച് ചൊല്ലണം. അത് ഐക്യത്തിൻ്റെ ഭാഗം, അത് ഒരു മനോഭാവത്തിൻ്റെ ഭാഗമാണ്. അത് നിങ്ങൾ തനിച്ചിരിക്കുമ്പോൾ ഉള്ള പ്രാർത്ഥനയുടെ കാര്യമാണ്. അപ്പോൾ പ്രാർത്ഥന ഒരു ധ്യാനമായിട്ട് മാറും. പ്രാർത്ഥന ധ്യാനത്തിലേക്ക് പരിണമിക്കണം. പ്രാർത്ഥന അങ്ങനെ ധ്യാനത്തിലേക്ക് പരിണമിക്കുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു 5 മിനിറ്റ് നേരം കണ്ണുകളടച്ച് ഏറ്റവും സ്വസ്ഥചിത്തനായിട്ടിരിക്കണം. പെട്ടെന്ന് ചാടി എണീക്കാനൊന്നും പാടില്ല പ്രാർത്ഥന കഴിഞ്ഞിട്ട്. സാധാരണ ആളുകൾ ഒരു വട്ടെത്തിക്കുന്ന പോലെ 2 മിനിറ്റ് കൊണ്ട് ദൈവദശകം ചൊല്ലിയിട്ട് ഒരൊറ്റ ചാട്ടം കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് ഓടുകയാണ്. കാരണം എന്താ, മറ്റേ ഇത് വെച്ചിരിക്കുകയാണ്, ചീറ്റാണ് അതിരുന്നിട്ട്, കറിക്ക് വെച്ചിട്ടാണ് വന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചടങ്ങുകളാണ്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആരെയൊക്കെ ബോധിപ്പിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, നമ്മൾക്ക് നമ്മളെ തന്നെ നമ്മൾ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്, ആരെയൊക്കെയോ പറ്റിക്കാനായിട്ട്. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ കറി വെച്ചുകൊണ്ട് തന്നെ ഇരുന്ന് ഗുരുവിൻ്റെ പ്രാർത്ഥന ചൊല്ലിക്കോളൂ. നിങ്ങളങ്ങനെ ഓടിപ്പോയിരുന്നു ഇതാക്കണ്ട, ആസ്വദിച്ച് ചൊല്ലിക്കോളൂ. കറി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ പൂജാമുറിയിൽ പോയിരുന്ന് കുറച്ച് നേരം ചൊല്ലുന്നു, ഓടുന്നു. അതൊക്കെ നമ്മളോട് കാണിക്കുന്നതിനൊരു ഇതാണ്, നീതികേടാണ്. 3 ചോദ്യം ഗുരുകുലത്തിൽ നിന്ന് മുനിനാരായണ പ്രസാദ് സ്വാമിജി എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് പ്രാർത്ഥന എന്തിന് എങ്ങനെ. അതിൽ ഈ 3 ചോദ്യങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞതിന് ശേഷം പ്രാർത്ഥിച്ചു. പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവൻ ഈശ്വരനോട് നടത്തുന്ന അർത്ഥനയാണ്. അതാണ് പ്രാർത്ഥന. ഈശ്വരൻ ആരാണ്? സർവശക്തൻ, സർവജ്ഞൻ, സർവസന്നിധാനം ചെയ്യുന്നത് ആണ് ഈശ്വരൻ. ഈശ്വരൻ സർവജ്ഞനാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാം അറിയുന്നവനാണ് ഈശ്വരൻ. പിന്നെ നിങ്ങൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എല്ലാം അറിയുന്നവനോട് നമ്മൾ പറയണോ അറിയാനായിട്ട്? അപ്പം നമുക്ക് വിശ്വാസമില്ല എന്നർത്ഥം ദൈവത്തിൽ. ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഞാൻ പറഞ്ഞാലേ അറിയുള്ളൂ എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ദൈവത്തിൽ വിശ്വാസം കുറവാണ്.
കാരണം ദൈവം ഞാൻ പറയുന്നത് പോലും കേൾക്കുന്നില്ലല്ലോ എന്ന് വിലപിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞാലും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ലല്ലോ ദൈവം. ഇതൊക്കെ മാനുഷിക കൽപ്പനകളാണ്. സർവജ്ഞനാണെങ്കിൽ ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കണ്ട. എങ്ങനെ പ്രാർത്ഥിക്കണ്ട? ഇങ്ങനെ പ്രാർത്ഥിക്കണ്ട. പക്ഷേ നിങ്ങളുടെ ഉള്ളം ചെറുതായിട്ട് തപിക്കുമ്പോൾ പോലും ദൈവം അറിയുന്നുണ്ട്. നിങ്ങൾ മാത്രമൊന്നുമല്ല, മനുഷ്യർ മാത്രമൊന്നുമല്ല, ഈ ഭൂമിയിൽ ഒരു പുൽക്കൊടി പോലും വേദനിച്ച ദൈവത്തിനറിയാം. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു 2-3 മാസം മുമ്പ് കേരളത്തിൽ നല്ല കടുത്ത വേനലായിരുന്നു. ആ കടുത്ത വേനൽ ഒരു 2-3 ദിവസം ഉണ്ടല്ലോ, താങ്ങാൻ കഴിയാത്ത ചൂട്. ഒരു ഏരിയയിലൊക്കെ ഉള്ള പുല്ലിങ്ങനെ കരിഞ്ഞു തുടങ്ങി, അത്രയും ചൂട്. അപ്പോൾ ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ നല്ല വർഷപാതം എന്ന് പറയുന്നത് നല്ല മഴ പെയ്തു. അപ്പം ഞാനിങ്ങനെ നോക്കുന്നുണ്ട്, ഒരു ഉണങ്ങി കരിഞ്ഞ പുല്ലൊക്കെ തളിർത്ത് വരാൻ തുടങ്ങി. അവിടെ നിന്ന് കുറച്ച് ദിവസം കൂടി ആ മഴ നിന്നു. പിന്നെ ആ ഏരിയ മുഴുവൻ നല്ല പച്ചപ്പായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം, ആ പുല്ലിൻ്റെ ഉള്ളിലൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അത് മേഘങ്ങൾ അറിയാണ്. ആ മേഘം പുല്ലിൻ്റെ മുകളിൽ തന്നെ വന്നിട്ട് മഴയായിട്ട് വീഴുക അതിൻ്റെ മുകളിലേക്ക്. അപ്പോൾ ഇത് പുല്ലിന് പ്രാർത്ഥിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ചോദിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളും നന്നായിട്ട് പുല്ല് പ്രാർത്ഥിക്കുന്നുണ്ട്. പുല്ലിൻ്റെ ആവശ്യം എന്തിൻ്റെ ഇല്ലായ്മയായിരുന്നു? അവിടെ വെള്ളത്തിൻ്റെ ഇല്ലായ്മയിലാണ് പുല്ല് തപിച്ചത്. പുല്ല് വേദനിച്ചത് വെള്ളത്തിൻ്റെ അഭാവം കൊണ്ടാണ്. നിങ്ങൾക്ക് അതുപോലുള്ള അനുഭവങ്ങളുണ്ടാകും. ഹിമാലയത്തിൽ ഞങ്ങൾ യാത്ര ചെയ്യുന്ന നേരത്ത് 4-5 പേരുണ്ട്, 6 പേരുണ്ട്. ഞങ്ങൾ ഗംഗോത്രിയിൽ നിന്ന് ഗോമുഖിലേക്ക് 20 കിലോമീറ്റർ നടക്കണം. മലയാണ്, കുത്തനെയുള്ള മല. രാവിലെ 5 മണിക്ക് നടന്ന് രാത്രി 8 മണിയായിട്ട് എത്തിയിട്ടില്ല. നീങ്ങൂല്ല, കാല് നീങ്ങൂല്ല. ഒരടി വെച്ച് ക്ഷീണിക്കും. രാത്രി ഇരുട്ട് വന്നു. അപ്പോൾ മലമുകളിൽ നിന്ന് ഇങ്ങനെ കല്ലുകൾ വീഴുന്നുണ്ട്, വഴി കാണാൻ പറ്റുന്നില്ല. വലിയ പാറക്കല്ലുകൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും വഴിയിലേക്ക്. നമുക്ക് ഉള്ളിൽ വലിയ ഭയമുണ്ട്. ഒരു പാറക്കല്ല് വന്ന് വീണ ആരുമില്ല. അപ്പോഴേക്കും വഴി മുഴുവൻ വിജനമായി കഴിഞ്ഞു. ആളുകൾ കുറഞ്ഞു. പകലുണ്ടായിരുന്ന ആളുകളൊന്നും രാത്രി ഇപ്പോൾ കാണുന്നില്ല. പെട്ടെന്ന് തന്നെ വിജനമായി. ഞങ്ങൾ മനസ്സിലെന്താ, എല്ലാവരും പേടിക്കുകയും ഭയപ്പെടുകയും വിഷമിക്കുകയൊക്കെ ചെയ്തു. ഒരിടത്തും എത്തിയില്ല, ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ല. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജനമായ സ്ഥലങ്ങൾ, ഒരു മനുഷ്യരും ഇല്ലാത്ത ഇടങ്ങൾ. ഉറക്കെ കരഞ്ഞാൽ പോലും ആരും കേൾക്കില്ല. അതൊന്നും അവിടെ ഇല്ല, ആളുകളില്ല കേൾക്കാൻ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ ഒരു വെളിച്ചവുമായിട്ട് ബാക്കിൽ നിന്ന് നടന്നു വരികയാണ് പിന്നീന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഭയങ്കര അത്ഭുതമാണല്ലോ, ഒരാൾ ബാക്കിൽ നിന്ന് നടന്നു വരും. അദ്ദേഹം ഞങ്ങളെ കണ്ടപ്പോൾ വരൂ, എൻ്റെ പിന്നാലെ പോരും എന്ന് പറഞ്ഞു ഞങ്ങളോട്. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയി. എന്നിട്ട് അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചീഡ്വാസ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു ചെറിയ ഒരു കൂടാരമുണ്ട്. ആ കൂടാരത്തിൽ കുറേ കമ്പിളിയൊക്കെ അടക്കിയിട്ട് ആളുകൾ കിടക്കുന്നുണ്ട്. യാത്ര ചെയ്ത് യാത്രികർ അവിടെ വന്ന് കിടക്കുക. അപ്പോൾ അയാൾ അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഈ ആൾ പെട്ടെന്ന് തിരിയുന്ന, പിന്നെ ആളെ കാണുന്നില്ല. എവിടെ പോയെന്ന് അറിഞ്ഞില്ല. അപ്പം ഞങ്ങളൊക്കെ പറയുന്നുണ്ട്, അയാൾ എവിടെ പോയി, ആൾ നമ്മളെ കൂടെ വന്നതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നല്ല വിശ്വാസവും തീരെയില്ലാത്ത ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര മെറ്റീരിയലിസ്റ്റിക്കായ ആളുകളാണ്. നല്ല കമ്മ്യൂണിസ്റ്റുകാരനൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി പെട്ടെന്ന് പറയാണ്, ഇത് ശിവഭഗവാൻ തന്നെ വന്നതായിരിക്കുമെന്ന്. പുള്ളി പറയാണ്, പുള്ളി ഒരു വിശ്വാസമില്ലാത്ത മനുഷ്യന് ചില സന്ദർഭത്തിൽ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ അവരുടെ മെറ്റീരിയലിസം കൊഴിഞ്ഞു പോകും. പിന്നെ ജീവിതത്തിൽ ആ സന്ദർഭങ്ങളിൽ നമുക്ക് ഉണ്ടായ തുണ. ഞങ്ങൾ തിരുവണ്ണാമലയിൽ പോകുമ്പോൾ മുകളിൽ ഒരു സിദ്ധനിരിക്കുന്നുണ്ട്. പണ്ട് 25 വർഷം മുമ്പാണ്.
ഒരു സിദ്ധൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ സിദ്ധൻ 20 വർഷമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അദ്ദേഹം തനിച്ചാണ് ഒരു കുഴിയിലിരിക്കുന്നത്, ഒരു ഗുഹ പോലത്തെ കുഴിയിൽ അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ രാവിലെ കുറച്ച് ശിഷ്യന്മാർ ഈ മല കയറി അദ്ദേഹത്തെ കാണാനായിട്ട് എന്നിട്ട് പുറത്ത് നിന്നിട്ട് അദ്ദേഹത്തിനോട് പറയും, അയ്യാ തുണൈ, അയ്യാ തുണൈ എന്ന്. അയ്യാ തുണൈ എന്ന് പറഞ്ഞാൽ അയ്യാ എന്ന് പറഞ്ഞ ഈശ്വരനാ, അനുഗ്രഹിക്കാനാണ് പറയുന്നത്. അയ്യാ തുണൈ, അയ്യാ തുണൈ. അപ്പോൾ അദ്ദേഹം ഒരു വടിയെടുത്തിട്ട് ഇവരെ അടിക്കും. അയ്യാ തുണൈ എന്ന് പറയും. സിദ്ധന്മാരാണ്, ഒരു പ്രത്യേക തരം ആളുകളാണ്. അപ്പോൾ അദ്ദേഹം സംസാരിക്കില്ല. സംസാരിക്കുന്ന വരുമ്പോൾ വായുടെ അവിടെ ഇങ്ങനെ മൂടി കെട്ടിയിട്ടുണ്ട്. സംസാരിക്കാതെ മൂളിക്കൊണ്ടിരിക്കും കിടന്ന്. അതെ, എന്തെങ്കിലുമൊക്കെ എന്നൊക്കെ പറയും. അത് ശിഷ്യന്മാരോട് പറയുന്ന ഓരോ കാര്യങ്ങളാണ്. അവർക്ക് മനസ്സിലായോ എന്നറിയാനായിട്ട് തിരിച്ചു പറയാൻ പറയാറുള്ളൂ. അവർ തിരിച്ചു പറഞ്ഞ തെറ്റിയ അടി, നല്ല അടി ഈ ശിഷ്യന്മാർ. ഇപ്പം അങ്ങനത്തെ ചില ഇതിൽ ഈ അയ്യാ തുണൈ എന്ന് പറഞ്ഞ അടി കൊള്ളുന്ന നേരത്ത് ഇവൻ പറയുന്നത് അയ്യാ തുണൈ. അപ്പം ഞാൻ 25-30 വർഷമായിട്ടോ, 97 96 കാര്യമാണ് പറയുന്നത്. അപ്പോൾ അയ്യാ തുണൈന്ന് വിളിക്കാൻ ഇപ്പം ഞങ്ങൾ തിരുവണ്ണാമലയിൽ യാത്ര ചെയ്യുന്ന നേരത്തെ എപ്പോഴും അയ്യാ തുണൈ, അയ്യാ തുണൈ എന്ന് പറയും. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന അതാണ്, അയ്യാ തുണൈ, അയ്യാ തുണൈ. അപ്പോൾ പ്രാർത്ഥന എന്നത് നാം ദൈവവും തമ്മിലുള്ള ആഴത്തിലുള്ള വിനിമയമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ നമ്മൾ തനിച്ചിരിക്കുമ്പോൾ ഈ ഗുരുദേവ കൃതികൾ ആഴത്തിൽ അനുഭവിച്ച് ചൊല്ലണം. നിങ്ങളെല്ലാം ചൊല്ലൊന്നും വേണം, ഏതെങ്കിലും ഒരു ശ്ലോകം. ഇപ്പോൾ ദൈവമേ, അതൊന്ന് അനുഭവിക്കുക. ആ ദൈവമേ, ആ വിളിയുണ്ടല്ലോ, ആ സംബോധന, ദൈവം ഉണ്ട് എന്ന അനുഭവത്തിൽ നിന്ന് വിളിക്കണം. ദൈവം കേൾക്കുന്നുണ്ട്, ദൈവം അറിയുന്നുണ്ട് എന്ന അനുഭവത്തിലേക്ക് അത് എത്തിക്കണം. ആ വിളിയെ കുറച്ചു നേരം വിളിക്കണം, ഒരു പ്രാവശ്യം പോരാ. ഒരു 10-50 പ്രാവശ്യം ഇരുന്ന ദൈവമേ, 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 ദൈവമേ. അപ്പോൾ ആ ദൈവം കൂടുതലൊന്നും വിളിക്കേണ്ട കേട്ടോ, ഇങ്ങനെ അനുഭവിച്ച് വിളിച്ചാൽ മതി. അപ്പോൾ ഇത് പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകതയാണ്. പ്രാർത്ഥനയെ ധ്യാനമാക്കി മാറ്റണം. പ്രാർത്ഥനയിൽ നിന്ന് ധ്യാനത്തിലേക്ക് നമ്മളുടെ പ്രാർത്ഥനയെ ട്രാൻസ്ഫർ ചെയ്യണം. പിണ്ടനന്ദിയിൽ കൽപ്പിച്ച പോലെ വരുമെന്ന് നനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നു അടിയൻ ഒക്കെയും അങ്ങു ശംഭോ. അപ്പോൾ ആ അർപ്പിച്ചിടുന്നത് പറയുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും നമ്മുടെ കൈവശം പാടില്ല. ഞാൻ എന്നതും പാടില്ല, എൻ്റേതെന്നതും പാടില്ല. ഈ 2 ഭാവങ്ങൾ അർപ്പിക്കണം. എന്നിട്ട് കുറച്ച് നേരം ഇരിക്കണം അവിടെ സ്വസ്ഥതയോടെ. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥനയെ ഒരു അനുഭവമാക്കി മാറ്റണം, ഒരു എക്സ്പീരിയൻസ് ആക്കിയിട്ട്, ദൈവാനുഭൂതിയാക്കിയിട്ട് മാറ്റണം. ഇത് ആണ് ഇന്നത്തെ ഒരു ചെറിയ സത്സംഗം. അല്ലാതെ നമ്മൾ ഒരുപാട് ക്ലാസ് എടുക്കുകയല്ല, ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ പരിപാടികൾ തുടങ്ങാറായില്ലേ? അപ്പോൾ 9:18. അപ്പോൾ എല്ലാ ദിവസവും നാളെയുണ്ടോ പ്രാർത്ഥന? ഉണ്ടല്ലോ അല്ലേ? പ്രാർത്ഥന ചെയ്യാം അല്ലേ? പക്ഷെ എതിർത്ത് മാറ്റുമോ അപ്പോൾ ഗുരുവിനെ? നാളെ കഴിഞ്ഞിട്ടാ? ഓക്കെ. അപ്പോൾ നാളെയുണ്ട്, പ്രാർത്ഥനയുണ്ടാവും, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞ് മീറ്റിംഗ് അല്ലേ ഒക്കെ 11 മണിക്ക്. അപ്പോൾ നമുക്ക് ഇതിവിടെ ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. Hello. Good morning, everyone. Welcome to Women's Forum session. It will be conducted in two sessions. First session will be a short discussion on women's health. Second session will be on Atmobadesha Sadagam.
The first person is Suja Mohan. She's an emergency department for cardiology and radiology, director of emergency medicine, cardiology and radiology at Queens Hospital Medical Center in Queens, New York. She's also an adjunct professor at CUNY. She received a 2023 Best Leadership Award for the Corporation of 10,000 Nurses. Please come. Next person is Dr. Jaymo Sridhar. She's an adjunct professor at Widener University School of Nursing. She's currently the Joint Secretary of FOMA, as the Federation of Malayali Association of Americas. She will be talking about different new self-care. Third person is okay. Third person is Dr. Shobha. She's coming all the way from India to attend this convention. She's a practitioner. She practiced a homeopathy doctor from Palakkad. She's a great devotee of Sri Narayana Guru. She'll be discussing role of a woman in impasing Guru's teachings in daily life. Next is Dr. Binu Prakash. She's from Pathanamthitta, completed PhD in biochemistry from MG University, Kerala. She's a scientist at NYU. Main research focused on role of different microRNAs on atherosclerosis. Okay, welcome, Binu. Next is Sindhu Munich from Philadelphia. She will talk about physical and mental health for women. I would like to invite Suja Mohan. Yeah, thank you. നമസ്കാരം. ഓഡിയൻസ് കുറവാണെന്ന് എന്ത് പറ്റി? People are still standing outside. Oh, that is why? Okay. നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി. വിമൻസ് ഹെൽത്തിനെ കുറിച്ചൊരു 2 വാക്ക് പറയണമെന്ന് രേണുക പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ആർക്കാണ് ഇതൊക്കെ അറിയത്തില്ലാത്തത്? വിമൻസ് ഹെൽത്തിനെ കുറിച്ച്. നമ്മളൊരു ഡിജിറ്റൽ ഇറയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്, എല്ലാവർക്കും എല്ലാം അറിയാം. ഞാൻ പറഞ്ഞു, വൈ ഡോണ്ട് വി ചേഞ്ച് ദ ടോപ്പിക് ടു സെൽഫ് കെയർ? കാരണം നമ്മളെ എസ്പെഷ്യലി ദ ഫോക്കസ് ഈസ് മോർ ഓൺ വുമൻ ഹിയർ. സോ നമ്മളെ സ്വന്തമായിട്ട് കെയർ ചെയ്യുന്നതിന് വളരെ വളരെ പിന്നോട്ടാണ്. വൈ ഡോണ്ട് വി ചേഞ്ച് ദാറ്റ് അബൌട്ട് ടുഡേസ് ടോപ്പിക് ടു സെൽഫ് കെയർ ഇൻസ്റ്റെഡ്? So I'm glad Renu went along with my suggestion. ഞാനൊരു ചെറിയ പറയാനുള്ള വാക്കുകൾ എഴുതിക്കൊണ്ടാണ് വന്നേ. എങ്കിലും ഇന്നലെ സ്വാമിജിയുടെ പ്രഭാഷണം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാനൊരു തെറ്റായ ട്രാക്കിലാണോ എൻ്റെ ഈ വാക്കുകൾ എഴുതിയിരിക്കുന്നതെന്ന്. ഞാൻ അതിൽ നിന്ന് 2 വാക്ക് ഉദ്ധരിക്കട്ടെ. സ്വാമിജി പറഞ്ഞു, നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ നമ്മൾക്ക് തന്നെയാണ് നമ്മൾ നന്മ ചെയ്യുന്നത്. മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് സ്നേഹിക്കുന്നത്. മറ്റുള്ളവരോട് വിദ്വേഷം വെക്കുമ്പോൾ നമ്മൾ നമ്മളുടെ സന്തോഷം തന്നെയാണ് കെടുത്തുന്നത്. സോ ഇൻ ദി എസൻസ്
എനിക്ക് മനസ്സിലായത് സെൽഫ് കെയർ ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് യു. സെൽഫ് കെയർ ഈസ് അബൌട്ട് ടേക്കിംഗ് കെയർ ഓഫ് അതേഴ്സ് ടു. എങ്കിലും ഇന്നത്തെ ഈ ടോപ്പിക്ക് ലേഡീസ് വെൽബീയിങ്ങിനെ കുറിച്ചായതുകൊണ്ട് ഐ എം ഗോയിങ് ടു സേ ഫ്യൂ വേർഡ്സ് ഓൺ ദാറ്റ്. For all the women in this room, taking care of yourself is not an option. This is not something you're going to do when you have time. It is, your well-being is your responsibility. It is not your husband's, it is not your in-laws, it's not your children's, it is not your boss or your colleagues. It is entirely on you. It is your responsibility. I want to reiterate that your happiness is entirely your responsibility. If you are making excuses, you are fooling yourself. So, taking care of yourself, it's not selfish. You don't have to be guilty about it. You know, these days people are putting a lot of reels and blogs and all, and you see pictures out there on Facebook. You know, somebody's out on a beach and they have cucumbers on their eyes and they're having a drink. You know, they are taking vacation and you are feeling guilty. My God, what am I doing? Why am I not there? Believe me, self-care is just not that. Self-care is taking care of your physical, mental, emotional, social, spiritual well-being. And I have added financial as well. If your finance is not in order, nothing is going to be in order. So take care of your finance as well. You cannot be the one out there not knowing what your finance status is in. Don't say, my husband, my son, my children, my dog. Don't make excuses. You need to have a hold on your finance. I'm not going to tell you this is the template, because there is no template to take care of yourself. There is absolutely no right way to take care of yourself. What is good for you is not good for me. You know, you might wake up at 5 a.m. and start your yoga. I am someone who sleeps late and I may not even wake up until 10 a.m. So I couldn't be saying, oh, do this, do that. That's my thing. Only you know what is good for you. It is not about big things. It is about simple things. It is not a scientifically researched topic that I am going to give you a scholarly lecture. It is about simple, straightforward things that you can incorporate in your daily lives. It is not something that it is separate. Do what makes you happy, renewed, and rejuvenated. Identify what makes you feel drained out, empty, anxious, distressed. Stay away from that. As simple as that. And self-care changes with changing stages of our lives. What was important to me 20 years, 10 years is no more relevant for me. You know, somebody's going to, oh, you need to be running 2 miles. You think I can run 2 miles now? No. Things change with the changing times. You know, as we get older, matured, and things change. So be realistic. Be very realistic. You held grudges towards your family members back home, somebody here, your old friend. Learn to forgive. Learn to forgive and let things go. In this, you are hurting yourself. When you hold that grudge inside, you are just damaging your inner peace. The other person may not even know you are holding grudge. Time has passed.
This is what I really want my lady friends to follow, because I do follow that. And I'm going to say, set boundaries for yourself. Set boundaries. Learn to say no more than you say yes. I'm going to say it one more time. Learn to say a lot more no than yes. Because you cannot be, it is liberating to know that you cannot be everything to everyone. A lot of us want to be everything to everyone. Somebody make a phone call, I know I want to be here at this gathering or that party. You know what? You don't have to say yes. You don't have to say yes. You don't even have your calendar, what you're going to, you can say, can I let you know? I'll call you back. Don't feel pressured you have to say yes. Or you could say, you know what, I am sorry, I have something else to do. They don't need to know what you're going to do. They don't need to. You say, I have something else to do. Your time is more valuable than anything. Daring to say no, even when you know you are going to offend someone, it is liberating. You know you're going to offend them. They are not going to be happy, but say no and say it with confidence. You don't want to be known as that superwoman unless you choose to. That, oh, Suja is this and that, and she's there, she's for everybody, she's here. Yeah, if I want to be. If I don't want to be, no, you cannot make me do things that I don't want to be. Some days I just want to stay home. I just want to stay home, wear my nightie, and just footloose and free. I don't want to do anything. That is for me, that is self-care. Spending time alone is not lonely. I love to spend time alone. I would pick up a book and I would read my book and I feel enriched, rejuvenated. I take a nap. For me, that is self-care. Learn to disconnect. Disconnect from toxic people. There are many of them out there. In your own family, in your friend circle, your work circle, find them who they are. They will drain you. Disconnect from them. Disconnect digitally. I know it is the hardest thing to ask. Shut your phone off. Don't look at it. Nothing is going to happen. Disconnect digitally. Buy fresh flowers for no reason. Get a bouquet of flowers and adorn your dining table if that is going to make you happy. By you feeling not so good, go get a new plant. My house, where is my husband? Is he anywhere here? He is not here, see? Can you get the man? Can you get the guy inside? He doesn't even know that I'm here. Call him. Because I'm going to say something about him. I said, get new plants. When you're, when you feel down, go get a new plant. My house is full of plants. And he hates it. Do I care? I love plants. Learn something new to propel your career. Self-care is not just physical, mental, or emotional. You need to take care of your career as well. You want to feel confident about, I know there are many, many Malayali girls here, and I know them, how talented they are. They have great potential. I have met many of them in my career. They don't go to school, they take a night shift, and they start with a night shift, end with a night shift. They never know what is happening in the world.
All they know is their schedule, their day off, and that's it. And I have met many talented, smart, brilliant young nurses. Because I'm a nurse, those are the people that I associate with a lot. And I always encourage them, go to school. You're wonderful. You're great. You are so talented. Why don't you? Oh, Miss Mohan, my husband is working this and he doesn't want me to go to school. They're always feeling they could do better. That self-esteem is not there for them. And I always encourage them to go to school. So always do something to propel your career. There is no perfect time. There is no perfect time. You're postponing it for some perfect. There is no perfect time. I talked about getting your finance. Get your finance in order. You know the money that is coming in, where you are spending it, where you are investing it. You have to have a strong acumen on your finances. And finally, love yourself so that your loved ones will have you around for a long time. If you don't take care of yourself, then they are not going to have you. You are going to say, oh, my child, my husband, I don't have time, I have to do this. Yeah, but in this due course, you are neglecting yourself. Take care of yourself so that they will have you around. And finally, when you take a plane, you always say, in case of an emergency, put your oxygen mask first. They always say that, put your oxygen mask first. So I want to say it, put your oxygen mask, ladies, put your oxygen mask first, whether you are on a plane or home or anywhere in life. Thank you so much. Next, I would like to call Dr. Jaymo Sridhar. Good morning, everyone. I'm happy to say that അമേരിക്കയിലെ ആദ്യത്തെ ഗുരുനന്ദിനമായ SNA ഫിലഡൽഫിയയുടെ പ്രൊഡക്റ്റാണ് ഞാൻ. I started my community service, leadership, everything from SNA Philadelphia. FSNOയുടെ ട്രസ്റ്റി ബോർഡ് മെമ്പറാണ്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഹാറ്റ്സ് ഐ ഹാവ് കറൻ്റ്ലി. FSNOയുടെ കഴിഞ്ഞ 3 കൺവെൻഷനിലും ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും എനിക്കും എൻ്റെ ഫാമിലിക്കും സാധിച്ചു. എൻ്റെ വളർച്ചയുടെ പാതയിൽ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഐ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു താങ്ക് മൈ ഹസ്ബൻഡ് സുജിത് ശ്രീധർ for always being with me. I just want you to stand up. Thank you. So currently, I am the Federation of Malayali Associations of America. It's a global association which has more than 84 Malayali associations all over US and Canada, and I'm the current joint secretary for that. And also KHNA, I'm the Pennsylvania Regional Vice President, and also I'm actively participating in FSNONA. So I just want to say, all the ladies, that if you have a wish, there is a way. If I can do it, you all can do it. എല്ലാവരും എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നതെന്ന്. So I have only one answer, that if you have a goal, with your heart, with your dedication and hard work, you can achieve everything in your life. So ചേച്ചി ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്ന എനിക്കൊന്ന് ഓൾമോസ്റ്റ് 90% വേർഡ്സും കൺസെപ്റ്റും സുധി ചേച്ചി ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. So I just want to tell everyone to just tell one more thing, like just take care of yourself. നമ്മൾ ലേഡീസ് എല്ലാവരും നമ്മുടെ അടുത്തുള്ളവരുടെയും നമ്മുടെ വീട്ടിലുള്ളവരുടെയും കുട്ടികൾ, ഹസ്ബൻഡ്, അച്ഛൻ, അമ്മ, നെയ്ബേഴ്സ് എല്ലാവരുടെയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് we get so tired. We don't have time to take care of ourselves. So hereafter, so like in the pandemic നമ്മൾ കണ്ടതാണ്,
Nobody has left this world, didn't even say goodbye to the loved one. We have seen that. So enjoy every day. Because the only truth is just today. We don't have any promise about tomorrow. We don't know what's going to happen. So live your life fully every day. Enjoy every day. നമ്മളെല്ലാവരും പറയും നമുക്ക് സമയമില്ല. സുചേച്ചി പറഞ്ഞ പോലെ ഒത്തിരി പേര് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു. അവർ മോർണിംഗ് വന്നു, അപ്പോഴത്തേക്ക് ഹസ്ബൻഡ് ജോലിക്ക് വേണ്ടി ഓടുന്നു. I know we all need money. I understand that. But we have only one life in this world. We have to enjoy that. We have to have some memorable moments with our family. So I know we all have dreams. We have so many plans in our life. But if we don't accomplish that, then what's the value of our life? നമ്മളെല്ലാവരും വിചാരിക്കും നാളെ ആകട്ടെ, ചേച്ചി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നാളെ ആകട്ടെ, നമ്മൾ റിട്ടയർ ചെയ്യട്ടെ, അപ്പോൾ നമുക്ക് ട്രിപ്പിന് പോകാം. റിട്ടയർ ചെയ്യുമ്പം വി നോ ദാറ്റ് വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ. നമുക്ക് നടക്കാൻ പറ്റത്തില്ല, ആർത്രൈറ്റിസ്, ദിസ് പെയിൻ, ദാറ്റ് പെയിൻ. We don't even want to, we will not have the energy to enjoy the life. So when you have the energy, when you have the health, just go for the trips. Have some memorable moments, memorable trips with your friends. I know many people, those who came initially, they were struggling so much because they had to support their family. They did not have money to go back to India. So I have seen one lady in my life. She did not go back to India for 10 years. She has not taken her kids to India. That's like olden time. Now in our era, it's not that thing. We don't have much. We don't need to support our family much than our older generation did, because they had to suffer a lot to support their family. But ours is not different. It's different. So I just want every lady to, I don't know where is your family, like I see only ladies. ലേഡീസിൻ്റെ പ്രോഗ്രാമിൽ ലേഡീസിന് മാത്രമേ വരാവുള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇവിടെ? I don't think that the committee has informed that in your schedule you did not put the men outside, right? No. Yeah, where is everybody? I wanted to make sure that like everybody is supporting the ladies. The men should support the ladies. I know എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇവിടെ വന്നിട്ടാണ് PhD ചെയ്തത്. So initially I didn't want to do, but Sujit, he pushed me to do my PhD. I did work full time, did my PhD. Then again I went back to school, did my nurse practitioner. So I did everything. So I know that like everybody can do that. Only thing we have to put some effort. So എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, we all are so lucky to come to this land, right? So we are so blessed to be in this country. ദൈവാനുഗ്രഹം കൊണ്ട് നമ്മളിവിടെ എത്തി. നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുക. മറ്റുള്ളവരുടെ സന്തോഷം കാണാൻ സാധിക്കുന്നതിലപ്പുറം നമ്മുടെ മനസ്സിന് സന്തോഷം വേറെ ഒന്നുമില്ല, അല്ലേ? സോ ഓരോ ദിവസവും സന്തോഷത്തോടെയും സമാധാനത്തോടെയും നല്ല മനുഷ്യനായി മറ്റുള്ളവർക്ക് മാതൃകയായി അടുത്ത തലമുറയ്ക്ക് പ്രചോദനമായി ജീവിക്കുക. ലിവ് യുവർ ലൈഫ് ഫുള്ളി എവറി ഡേ ആൻഡ് എൻജോയ് എവറി ഡേ. ഇനിയുള്ള ജീവിതത്തിൽ നമ്മുടെ ഇത്രയും നാൾ നടക്കാതെ പോയ കുറേ സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണും, അല്ലേ? സോ വി ഓൾ ഹാവ് ഡ്രീംസ്. We shall try all-heartedly to chase our dreams and make it real. APJ Abdul Kalam sir പറഞ്ഞതുപോലെ, a dream is not which you see while sleeping. It is something that doesn't let you sleep. So you have to dream before your dream come true. So if you fail, never give up. Fail, FAIL, means first attempt in your life. So you can attempt again and again and chase your dreams and achieve it. So live yourself, live your life fully, and live your life fully for your mental satisfaction. Don't worry about what others think about you. That's my policy. So it's your mental satisfaction and it's your peace of mind that you have to care about. So do peacefully and make sure that you chase your dreams. So we don't have any promise about tomorrow, so live your life fully today. And also I thank everyone who came here to support this FSNONA 5th convention.
I have only one request for everyone. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർ കാണും, നെയ്ബേഴ്സ്, ഫ്രണ്ട്സ്. അപ്പോൾ ഇപ്പം ഈ ഒരു കൺവെൻഷനിൽ ഏകദേശം എനിക്ക് തോന്നുന്നത് 100 അധികം ഫാമിലീസ് ഇവിടെ വന്നിട്ടുണ്ട്. സോ ഐ ഹാവ് വൺ റിക്വസ്റ്റ് ടു എവരി വൺ, ബ്രിങ് അനദർ ഫാമിലി ഫോർ ദ നെക്സ്റ്റ് കൺവെൻഷൻ. So you can influence one more person, one more family, and so that we can have in the next convention at least 200 families. So with this, I thank everyone and thank you Women's Forum for giving me this opportunity. Thank you. Next, I would like to call Dr. Shobha. Om Sri Narayana Paramaguruve Namaha. Sri Sharada Devi Namaha. FSNOയുടെ 5ാമത് കൺവെൻഷനായി ഇവിടെ എത്തിയിരിക്കുന്ന മുക്താനന്ദ സ്വാമിജി അവറുകൾ, ശ്രീ ഷൗക്കത്ജി അവറുകൾ, FSNOയുടെ ഭാരവാഹികളെ, വിശിഷ്ടാതിഥികളെ, സർവോപരി ആദരണീയരായ ശ്രീനാരായണ കുടുംബാംഗങ്ങളെ, എൻ്റെ എല്ലാ ആത്മസഹോദരങ്ങളെ, എല്ലാവർക്കും സ്നേഹാദരവോടെ പ്രണാമം. വളരെ അവിചാരിതമായാണ് FSNO എന്ന ശ്രീനാരായണ ഓർഗനൈസേഷനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. അറിഞ്ഞപ്പോൾ തന്നെ ഈ കൺവെൻഷന് പങ്കെടുക്കണമെന്നും അങ്ങനെ FSNO ഭാരവാഹികളെ കോണ്ടാക്റ്റ് ചെയ്യുകയും എനിക്കൊരു ഇൻവിറ്റേഷൻ തരികയും ചെയ്തു. അങ്ങനെയാണ് പാലക്കാട് നിന്നും ഞാൻ ഈ കൺവെൻഷന് പങ്കെടുക്കാനായി ഇവിടെ എത്തിയത്. സോ ഐ ലൈക്ക് ടു സേ ദാറ്റ് I am so happy and I am very proud to say that it's a blessing for me to be here in this prestigious platform. വളരെ അഭിമാനവും സന്തോഷവും തോന്നി FSNOയുടെ പ്രോഗ്രാമുകളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ. വളരെ ചെറുപ്പത്തിൽ തന്നെ ശ്രീനാരായണ ഗുരുദേവനോടുള്ള ഭക്തി സാന്ദ്രമായ ഒരു കുടുംബ അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നത്. ആ ഒരു ബ്ലെസ്സിങ്സാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. 19ാം നൂറ്റാണ്ടിൻ്റെ അടിച്ചമർത്തപ്പെട്ട അധകൃത സമുദായത്തെ, അവർണ സമുദായത്തെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ ആത്മീയമായ ഒരു ഉന്നതിയിലൂടെ മാത്രമേ സാധ്യമാകുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്ര പ്രതിഷ്ഠയിൽ ആരംഭിച്ച് പടിപടിയായി, വളരെ സിസ്റ്റമാറ്റിക്കായി, വളരെ ഓർഡർലി ആയിട്ട്, വളരെ ചിട്ടയോടുകൂടി ദൈക്ഷണികമായ ഒരു പ്രവർത്തനത്തിലൂടെ എവിടെയോ കടന്ന നമ്മളെ ഇന്ന് നമ്മളാക്കി തീർത്തിരിക്കുന്നത്, നിങ്ങളെ ഓരോരുത്തരെയും എന്നെയും ഇന്ന് നമ്മൾ എന്തൊക്കെ നേടിയിട്ടുണ്ടോ ആ ഭഗവാന്റെ ആ തിരു അവതാരം ഒന്നുകൊണ്ട് മാത്രമാണ്. എനിക്ക് എടുത്തു പറയാനുള്ളത്, ചരിത്രത്തിൽ കാണപ്പെടുന്നത് പോലെ വെറും ഒരു നവോത്ഥാന നായകനോ സാമൂഹ്യ പരിഷ്കർത്താവോ മാത്രമായിരുന്നില്ല ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ. സർവോപരി എപ്പോഴും ലോകത്തിൽ അധർമ്മം കളിയാടുമ്പോൾ ഈശ്വരൻ തൻ്റെ തിരു സ്വരൂപത്തെ അവതാരങ്ങളുടെ രൂപത്തിൽ ഭൂമിയിലേക്ക് അയക്കും. നമുക്കറിയാം, യേശു ക്രിസ്തു 12 വയസ്സുവരെ ഇമ്മാനുവേൽ എന്ന് അറിയപ്പെട്ട സാധാരണ ഒരു ബാലനായിരുന്നു. ലോകത്തിൻ്റെ നാഥനായ യേശുനാഥനായി, അതേപോലെ തന്നെ മുഹമ്മദ് എന്ന 40 വയസ്സുവരെ അക്ഷരാഭ്യാസമില്ലാത്ത ചുമട്ടുതൊഴിലാളിയായിരുന്ന ഖദീജ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ച ജബ്രിയേൽ എന്ന ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് എൻ്റെ വചനങ്ങൾ നീ ഖുറാനിലൂടെ ലോകത്തിന് വിളമ്പണമെന്ന് പറഞ്ഞപ്പോൾ, അതിന് എനിക്ക് അക്ഷരാഭ്യാസമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അതിന് നിനക്ക് കഴിയും എന്ന അരുളപ്പാടുണ്ടായി. അങ്ങനെ മുഹമ്മദ് നബി എന്ന പ്രവാചകനായി. ശ്രീബുദ്ധൻ്റെ കാര്യവും അതേപോലെ തന്നെ, ശ്രീകൃഷ്ണൻ്റെ കാര്യവും അതേപോലെ തന്നെ, അങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് തന്നിരിക്കുന്ന അരുളപ്പാടുകൾ ഒരു വളരെ ചെറിയ ശതമാനം മാത്രമേ ഇന്ന് നമ്മളിലേക്ക് എത്തിയിട്ടുള്ളൂ. എൻ്റെ എളിയ റിക്വസ്റ്റ്, നമ്മൾ ഗുരുദേവ കൃതികളും ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളും ഗുരുദേവൻ്റെ ചരിത്രവും നാം നന്നായി പഠിക്കണം. ഗുരുദേവ കൃതികൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വൈഡൂര്യങ്ങളാണ്. വേദങ്ങളിലും വേദാന്തങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ കൊടുത്തിരിക്കുന്ന സാധാരണ മനുഷ്യർക്ക് അന്നും ഇന്നും അപ്രാപ്യമായിരിക്കുന്ന എല്ലാ സംഗതികളും 4 വേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഈ 4 വേദങ്ങളിലെയും ഈശോവാസ്യോപനിഷത്ത്, കേനോപനിഷത്ത്, കടോപനിഷത്ത്, പ്രശ്നോപനിഷത്ത്, മുണ്ടകം, മാണ്ഡുക്യം, ഐതിരീയം, തൈത്തരീയം, ബൃഹദാരണ്യം തുടങ്ങി 10 ഉപനിഷത്തുകളിലെയും 18 പുരാണങ്ങളിലെയും മുഴുവൻ കാര്യങ്ങളും അരച്ച് കലക്കി
നമ്മുടെ മുമ്പിൽ ഭഗവാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ ഭൂരിഭാഗം വരുന്ന ജനങ്ങൾക്കും ഇന്നും അത് അപ്രാപ്യമാണ്. ഗുരുദേവ സ്തോത്രകൃതികൾ, ദർശനങ്ങൾ, പ്രബോധനാത്മക കൃതികൾ ഇവയൊക്കെ പഠിക്കാൻ വളരെ എളുപ്പത്തിൽ, ഗുരുദേവ കൃതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ മനുഷ്യർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്നതും എന്നാൽ പണ്ഡിതന്മാർക്ക് എത്ര വിശദീകരിച്ചാലും എത്ര ആഴത്തിൽ പോയാലും വീണ്ടും വീണ്ടും വിശദീകരിക്കാനായി പാകത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ളവയാണ് ഗുരുദേവ കൃതികൾ. അത് കാലാതീതമാണ്. അതുകൊണ്ടാണ് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും AI-യിലും എത്തിയിരിക്കുന്ന ഈ സമൂഹത്തിൽ ഒരു നിസ്സംശയം നമുക്ക് പറയാം, എത്ര വിമർശനങ്ങൾ ഉണ്ടായാലും നമുക്ക് പറയാവുന്ന ഒരു കാര്യമുണ്ട്. ഗുരുദേവ കൃതികൾ ഇന്ന് വളരെ പ്രചാരത്തിലായിരിക്കുകയാണ്, വളരെയധികം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് FSNOയുടെ ഇന്നത്തെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ. അത് നമുക്ക് ഗുരുദേവ കൃതികൾ നമ്മളുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ഗുരുദേവ കൃതികൾ സ്വായത്തമാക്കുകയും അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. ഇപ്പോൾ ഒരു ക്ലാസ് നടത്തിയാലോ ഒരു സത്സംഗം നടത്തിയാലോ അത് ആരുടെയൊക്കെയോ ഉത്തരവാദിത്തമാണെന്നുള്ള ബോധത്തിലാണ് ഓരോരുത്തരും ഇരിക്കുക. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പഠന ക്ലാസ്സുകൾ ഇപ്പം നമ്മുടെ ക്രിസ്തീയ സഹോദരങ്ങളെയും മറ്റ് സമുദായത്തിലുള്ളവരെയും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എനിക്ക് കൊതി തോന്നിയിട്ടുണ്ട് പലപ്പോഴും. എല്ലാവരും അവരവരുടെ മക്കളെ ചെറുപ്രായത്തിൽ തന്നെ 3 വയസ്സ് മുതൽ അവരുടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിയുമ്പോഴേക്കും അവർ ഒരു ജീവിതത്തിലേക്ക് വേണ്ടുന്ന എല്ലാ പാഠങ്ങളും പഠിച്ചു കഴിയും. പക്ഷെ നമ്മുടെ കുട്ടികളോ? അപ്പോൾ ഇനി ഈ FSNOയുടെ 5ാമത്തെ കൺവെൻഷൻ മുതലെങ്കിലും നമുക്ക് ഗുരുദേവ കൃതികൾ പഠിപ്പിക്കുകയും അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യണം. അത് FSNO എന്നൊരു സംഘടന എന്തെങ്കിലും ഒരു കാര്യം നടത്തുന്ന സമയത്ത് അത് അവരുടെ മാത്രം ഉത്തരവാദിത്വമാണെന്ന് വിചാരിക്കാതെ സ്ത്രീകളായ നമ്മുടെ അമ്മമാരുടെയും മുത്തശ്ശിമാരുടെയും കടമയാണ്. നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങുന്നതാണ്. എൻ്റെ അച്ഛനും അമ്മയും തികഞ്ഞ ഗുരുഭക്തരായിരുന്നു. ആ ഒരു അനുഗ്രഹമാണ് എന്നെ ഇന്ന് ഈ സ്റ്റേജിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഗുരുകൃതികൾ നമുക്ക് കിട്ടിയ വൈഢൂര്യങ്ങളാണ്, ഒരിക്കലും അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഈ കൺവെൻഷൻ കഴിയുന്നതോടുകൂടി തന്നെ നമുക്ക് ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് വി ഹാവ് ടു സ്റ്റഡി എവറിത്തിങ്. നമുക്ക് ഗുരുകൃതികൾ, എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ കൂടിയിരിക്കുന്ന ഭൂരിഭാഗം പേരും ഗുരുകൃതികളിലും കൃതികളോ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ദർശനങ്ങളോ അധികം ഉള്ളിലോട്ട് പോയിട്ടില്ലാത്തവരും എന്നാൽ ഒരു 20% ആൾക്കാർ നന്നായി അറിയാവുന്നവരുമാണ്. അപ്പോൾ അറിയാവുന്നവരെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും പഠിക്കാൻ പ്രചോദനമാകുകയും നമ്മുടെ ഈ ഒരു കൺവെൻഷൻ കഴിയുന്നതോടുകൂടി തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ക്ലാസ്സുകൾ ആരംഭിക്കണം, പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. FSNO എന്നുള്ള സംഘടനയുടെ പേരിലാവുമ്പോൾ അതിന് കൂടുതൽ ഒരു വിലയും ഒരു ഗുണവും ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. അതേപോലെ എനിക്ക് അടുത്തൊരു കാര്യം പറയാനുള്ളത്, ഗുരു പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്ര പ്രതിഷ്ഠകളുടെ ഒരു വിപ്ലവം തന്നെയാണ് നമ്മുടെ മഹാഗുരു നമുക്ക് തന്നത്. കാരണം ദുർദേവതാ വിഗ്രഹങ്ങളെ ആരാധിച്ച് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പിന്തുടർന്നു പോകുന്ന ഒരു ജനതയെ വൈദിക ദേവ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ച് നമുക്ക് വേണ്ടിയിട്ടുള്ള സ്തോത്രകൃതികൾ രചിച്ചു തന്നു. ആ സ്തോത്രകൃതികൾ നമ്മുടെ സന്ധ്യാനാമത്തിൽ ഉൾപ്പെടുത്തണം. പിന്നീട് ആ ഗുരുവിൻ്റെ പാദസ്പർശം പതിഞ്ഞ ആ മണ്ണിലൂടെ ഒന്ന് സഞ്ചരിച്ച് ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് സന്ദർശിച്ച് ഗുരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉണ്ടാക്കിയ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലെ പഞ്ചലോക വിഗ്രഹം, ആ വിഗ്രഹത്തിനൊരു പ്രത്യേകതയുണ്ട്. ഗുരു സമാധിയാകുന്നതിന് ഏകദേശം ഒരു വർഷത്തിന് മുമ്പാണ് ആ വിഗ്രഹപ്രതിഷ്ഠ നടത്തിയ പ്രിയ ശിഷ്യനായ ബോധാനന്ദ സ്വാമിജി 1927 മാർച്ച് 13 വെളുപ്പിനെ 2:10 ഗുരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു പഞ്ചലോക വിഗ്രഹം ഉണ്ടാക്കണം, അടുത്ത തലമുറയ്ക്ക് കാട്ടിക്കൊടുക്കാൻ എന്നുള്ള തീരുമാനം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ ശിവഗിരിയിലെ വൈദ്യമഠത്തിൻ്റെ മുറ്റത്ത് വെളുപ്പിന് 2:10 ആ മഹാഗുരുവിന് ഉറങ്ങാനായില്ല. കാരണം എന്തെന്നറിയോ? മഹാഗുരുവിൻ്റെ പ്രാണപ്രതിഷ്ഠയാണ് അവിടെ നടന്നത്. നെഞ്ചു തടവിക്കൊണ്ട് ആ വൈദിക മഠത്തിൻ്റെ മുറ്റത്തുലാത്തുകയായിരുന്നു ആ മഹാഗുരു. ആ ചൈതന്യത്തെ ആ പഞ്ചലോക വിഗ്രഹത്തിലേക്ക് ആവാഹിക്കുകയായിരുന്നു. ആ പഞ്ചലോക വിഗ്രഹം ഇന്ന് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലിരിക്കുന്ന വിഗ്രഹം, അതൊന്നും കണ്ടില്ലെങ്കിൽ ആ പാദസ്പർശമേറ്റ മണ്ണിൽ ആ കണ്ണുകൾ കൊണ്ട് ദർശിച്ച പ്രതിഷ്ഠകൾ ഒന്ന് കണ്ട്
തൊഴുത് സായുജ്യമടഞ്ഞില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാം, നമ്മുടെ ഈ ജന്മത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയ നഷ്ടമാണ്. ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 18ഓളം ക്ഷേത്രങ്ങൾ. അതിൽ കുളത്തൂർ കോളത്തുകരയിലെ ക്ഷേത്രം, ഉല്ലലയിലെ ഓംകാരേശ്വരം, കണ്ണാടി പ്രതിഷ്ഠ എന്നാണ് പറയുക, പക്ഷേ അങ്ങനെയല്ല. കണ്ണാടിയിൽ ഓംകാരം ആലേഖനം ചെയ്ത ഉല്ലലയിലെ ഓംകാരേശ്വര പ്രതിഷ്ഠയാണ്. ഓംകാരേശ്വര പ്രതിഷ്ഠ ഇവയൊക്കെ വളരെ വിശിഷ്ടങ്ങളായ ക്ഷേത്രങ്ങളാണ്. ഇവിടെയൊക്കെ ഒന്ന് സന്ദർശിക്കണം. ഗുരുവിൻ്റെ ഈശ്വരീയത നമ്മുടെ നിത്യജീവിതത്തിലേക്ക് പകർത്തണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ മഹാനായ നമ്മുടെ വിശ്വഗുരുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം കുടുംബജീവിതത്തിലും നിത്യജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Next, I would like to call Dr. Binu Prakash. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്വാമിജി, ഷൗക്കത്ത്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിവിടെ അവിചാരിതമായാണ്. ഒരുപാട് സന്തോഷമുണ്ട്, അതോടൊപ്പം സമയത്തിൻ്റെ കുറവുമുണ്ട്. നമ്മൾ സമയത്തിൻ്റെ കുറവുണ്ട്. പക്ഷേ എന്നാലും ഞാൻ എഴുതിക്കൊണ്ട് വന്നത് മുഴുവൻ ഇവിടെ പറയുന്നില്ല. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വളരെ ആകസ്മികമായിട്ടാണ് ഞാൻ ഈ വേദിയിൽ ഇവിടെ എത്തുന്നത്. അതിന് പ്രധാന കാരണം എൻ്റെ ഉള്ളു പറയുന്നത് എൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹം തന്നെയാണ്. അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ വേദിയിൽ എത്തിപ്പെടാൻ കഴിയുകയില്ല. അത് പറയാൻ കാരണം, ഞാൻ ഒരു റിസർച്ച് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. കാർഡിയോടോക്സിറ്റി, മൈക്രോ RNA റിസർച്ച് വേൾഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. 2 വർഷമായതേ ഉള്ളൂ ഞാൻ ഈ അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് എത്തിപ്പെട്ടിട്ട്. അപ്പം കഴിഞ്ഞ ഈ 2 വർഷം കാലം, 2 വർഷത്തിൽ ഒരിക്കലാണെന്ന് തോന്നുന്നു നമ്മുടെ ഈ സമ്മേളനം നടക്കുന്നത്. അപ്പം ഈ വർഷത്തെ സമ്മേളനം ഇവിടെ കണ്ടിക്കറ്റിൽ നടക്കുന്നുവെന്ന് ഞാൻ ഫേസ്ബുക്ക് വഴി കണ്ടു. അപ്പം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഷൗക്കത്ത് ഇവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞു. ജീവിതത്തിൽ ഷൗക്കത്തിനെ ഒന്ന് കാണുക എന്നുള്ള എൻ്റെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ ഓർത്തത് എനിക്കത് എത്തിപ്പെടാൻ കഴിയില്ല. കാരണം എനിക്കൊരു കണക്ഷനും ഇല്ല, ഈ കമ്മ്യൂണിറ്റിയുമായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ല. പിന്നെ ഞാൻ എങ്ങനെ എത്തിപ്പെടും? അപ്പം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ എന്ത് തീവ്രമായിട്ട് ആഗ്രഹിച്ചാലും പൗലോ കൊയ്ലോ പറയുന്നത് പോലെ, അത് നിങ്ങൾ ആഗ്രഹം തീവ്രമാണെങ്കിൽ അതിനുള്ള വഴി ഇങ്ങ് താനേ നമ്മളിലേക്ക് എത്തിപ്പെടും. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ ഇപ്പോൾ ഈ പോഡിയത്തിൽ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. കഴിഞ്ഞ ഫ്രൈഡേ എൻ്റെ ഹസ്ബൻഡിൻ്റെ സുഹൃത്ത് വഴി ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് സുരേഷ് ചേട്ടനെയും രേണു ചേച്ചിയൊക്കെ പരിചയപ്പെട്ടു. അപ്പം അവർ വഴിയാണ് ഇന്നിവിടെ 2 വാക്ക് പറയാൻ എനിക്കൊരു അവസരം തരും എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, ഷൗക്കത്തുണ്ട്, അപ്പം ഞാൻ എന്തായാലും വരും. എനിക്ക് പറയാനൊരു അവസരം തന്നില്ലെങ്കിലും എനിക്കിവിടെ എത്തുക, അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പോൾ എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് മാനസിക ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുക എന്നാണ്. കാരണം ഇന്ന് ശാസ്ത്രവും സാങ്കേതികവിദ്യയുമെല്ലാം അതിൻ്റെ അത്യുന്നതങ്ങൾ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കാരണം ഇന്ന് നമ്മളുടെ വിരൽത്തുമ്പിലാണ് ലോകം. വിരൽത്തുമ്പിലേക്ക് നമ്മുടെ ലോകത്തിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ ഒറ്റ ക്ലിക്കിൽ നമുക്ക് എന്ത് വിവരവും ലഭിക്കും. അങ്ങനെ ലോകം ഒരു വിരൽത്തുമ്പിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ആ ചുരുക്കം നമ്മുടെ മനസ്സിനെയും ബാധിച്ചു എന്ന് നാം ചിന്തിക്കണം. അത് പറയാതിരിക്കാൻ വയ്യ. ആ ഒരു ചുരുക്കം നമ്മുടെ മനസ്സിനെയും സത്യമായിട്ടും ബാധിച്ചിരിക്കുന്നു. മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ തലച്ചോറാണ്. വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ നമുക്കുണ്ടെങ്കിലും ജീവിതത്തിൻ്റെ നിസ്സാരമായ ചില പ്രതിസന്ധികളെ വേണ്ട വിധത്തിൽ ആ ബ്രെയിനിൻ്റെ യുക്തികളും ബുദ്ധിയും ഉപയോഗിച്ച് അതിനെ വേണ്ട രീതിയിൽ പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകാൻ നമുക്ക് പലപ്പോഴും കഴിയുകയില്ല. അവിടെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്ന ഈ നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ വാക്ക് നമ്മളുടെ മുന്നിലേക്ക് വരുന്നത്. WHO ഐക്യരാഷ്ട്ര സംഘടനയുടെയും ഒക്കെ കണക്ക് പ്രകാരം ആത്മഹത്യകളുടെ എണ്ണം വളരെയധികം കൂടുകയാണ്. നമ്മൾക്കറിയാം, നമ്മളുടെ കൊച്ചു കേരളത്തിൽ നിന്നും ഇവിടേക്ക് വരുന്നത് നമ്മുടെ ജീവിത സൗകര്യങ്ങളെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയും നമുക്ക് പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും പ്രശസ്തിക്ക് വെക്കുകയാണ്. പക്ഷേ ഏറ്റവും അൾട്ടിമേറ്റായിട്ട് നാം മനസ്സിൽ ചിന്തിക്കുക, നമ്മുടെ മനസ്സമാധാനമാണ് ഏറ്റവും വലുത്. നമ്മുടേത് മാത്രമല്ല, നമുക്ക് തൊട്ടടുത്തിരിക്കുന്ന ആളുകളെ. ലോകം ഇത്രയും ചുരുങ്ങിയപ്പോൾ നമുക്ക് എല്ലാ ഇൻഫർമേഷനും ഉണ്ട്, നമ്മൾ അത്രമാത്രം ഡെവലപ്ഡായി. പക്ഷെ നമ്മൾക്ക് തൊട്ടരികിലിരിക്കുന്ന, നമുക്ക് തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകരുടെ സഹപ്രവർത്തകരുടെ
അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ആ വ്യക്തിയുടെ മനസ്സ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയില്ല. നമ്മളെപ്പോഴും അടുത്തിരിക്കുന്നവർക്ക് കൂടി നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലുമാണ് എപ്പോഴും നമ്മൾ ടെക്സ്റ്റ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രമാത്രം ഓരോരുത്തരും അവരവരിലേക്ക് ചുരുങ്ങിയപ്പോഴാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം. അപ്പം നമ്മൾ ജീവിതത്തിൽ പോസിറ്റീവായിട്ടിരിക്കാൻ, നമ്മുടെ മാനസികാരോഗ്യത്തെ നല്ലതായിട്ട് നിലനിർത്താൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മൾ യൂട്യൂബ് ചാനലുകൾ നോക്കുവാണെങ്കിൽ ഒരുപാട് മോട്ടിവേഷൻ ടോക്കുകളുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറം നമ്മൾ എല്ലാ ദിവസവും എന്നും നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ പ്രധാനമായിട്ടും വളരെ പോസിറ്റീവായിട്ടിരിക്കുക. അതിന് പ്രധാനപ്പെട്ടായി നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ദൃഢനിശ്ചയം വേണം. കാരണം ജീവിതത്തിലെ ഒരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രശ്നവും അതൊരു നീണ്ടു നിൽക്കുന്നതല്ല, എല്ലാം ഒരു ടെമ്പററിയാണ്. നമ്മുടെ എല്ലാ പ്രോബ്ലംസും ഒരു ടെമ്പററിയാണ്. അതിന് അതിൻ്റേതായ ഒരു രീതിയിൽ അതിനെ പരിഹരിക്കാനുള്ള ബുദ്ധി നമ്മുടെ തലച്ചോറിനുണ്ട്. അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത്? ജീവിതത്തിലേക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനെ നമ്മൾ നമ്മുടേതായ ഉള്ളിലെ ശക്തി ഉപയോഗിച്ച്, കാരണം നമ്മുടെ മനസ്സിനെ തോൽപ്പിക്കാൻ നമ്മൾ വിചാരിക്കാതെ, നമ്മുടെ കൺസേൺ ഇല്ലാതെ നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. അപ്പം നമ്മളെന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുക. പലപ്പോഴും ആത്മവിശ്വാസക്കുറവാണ് നമുക്ക് പിന്നീട് ഒരു ഉത്സാഹക്കുറവിലേക്കും വിഷാദത്തിലേക്കും ഒക്കെ മുന്നോട്ട് പോകുന്നത്. നമ്മളൊരു സോഷ്യൽ ആനിമലാണ്, മനുഷ്യനൊരു സോഷ്യൽ ആനിമലാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കുന്നത് നമ്മുടെ തൊഴിലിടങ്ങളിലായിരിക്കാം. അപ്പം നമ്മൾ എവിടെയാണെങ്കിലും പല ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ മനോനില എന്ന് വെച്ചാൽ നമുക്കുണ്ടാകുന്ന സാഹചര്യങ്ങൾ, അത് നമ്മൾ വിലയിരുത്തി നമുക്ക് മറ്റുള്ളവർക്കും നമ്മുടെ മാനസിക നില മറ്റുള്ളവരെ ബാധിക്കും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് പോസിറ്റീവായിരുന്ന് ആ എൻവയോൺമെൻറ്റിനെ നല്ലതാക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടതാണ്. അതേപോലെ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന കൂട്ടങ്ങൾ. നമ്മൾ പോസിറ്റീവായിരിക്കാൻ നമ്മൾ അതുപോലെയുള്ള കൂട്ടങ്ങളിലേക്ക് പോകണം. നമ്മൾ ഒന്ന് ചിന്തിക്കുക, നമ്മൾ എപ്പോഴും ദൃഢനിശ്ചയമുള്ളവരായിരിക്കുക, പോസിറ്റീവായിരിക്കുക. നമ്മുടെ മാനസികാരോഗ്യം അത് നമ്മുടെ ശാരീരിക ആരോഗ്യത്തെയും പലപ്പോഴും ബാധിക്കും. അപ്പം നമുക്ക് ഒരു ലക്ഷ്യമുണ്ട്, നമുക്ക് ഒരിടത്തേക്ക് എത്തിച്ചേരാൻ നമുക്ക് ആവശ്യമുണ്ട്, നമ്മളൊരിടത്തേക്ക് എത്തണം, നമുക്കൊരു ലക്ഷ്യമുണ്ട്. അപ്പം നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? നമ്മൾക്ക് ആ ലക്ഷ്യത്തിൽ എത്തിപ്പെടണം. അപ്പം അതിന് പോസിറ്റീവായിരുന്ന് ഈ ലോകം മുഴുവനും നമ്മളെ അതിലേക്ക് എത്തിപ്പെടുത്താൻ സഹായിക്കും എന്ന് നമ്മൾ കരുതുക. പിന്നീട് നമ്മൾ താരതമ്യങ്ങൾ പരമാവധി കുറയ്ക്കുക. ഇന്നത്തെ ലോകത്ത് നമ്മൾക്ക് താരതമ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ. എനിക്ക് ഇത്ര കാശുണ്ട്, എൻ്റെ അടുത്ത വീട്ടിലെ ആൾ ഒരു BMW മേടിച്ചു, എനിക്ക് കൂടി മേടിക്കണം. പക്ഷേ അപ്പം നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, നിങ്ങളുടെ വരവ് എത്രയാണ്, അതനുസരിച്ച് നിങ്ങൾ ചെലവ് ചെയ്യുക. അത് പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് തോന്നും അതൊരു ചെറിയ കാര്യമല്ലേ, ഒരു മൈന്യൂട്ടായിട്ടുള്ള കാര്യമല്ലേ. പക്ഷേ ഈ ഓരോ ചെറിയ കാര്യങ്ങളുമാണ് നമ്മുടെ ദൈനംദിനമായ ജീവിതത്തിലെ ഒരു ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും ചേർന്നാണ്. അപ്പം ആ ഓരോ മൈന്യൂട്ടായ കാര്യങ്ങളിലും നമ്മൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച പ്രാസംഗികർ പറഞ്ഞതുപോലെ പറയേണ്ട സ്ഥലത്ത് യെസ്സും നോയും പറയാൻ നമ്മൾ ശീലിക്കണം. അത് നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കും. അതേപോലെ നമ്മുടെ ടൈം മാനേജ്മെൻറ്റ്, സമയം. ഓക്കെ, നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു, നമുക്കൊരു പ്രപ്പോസൽ, ഒരു ഗ്രാൻഡ് ഇത്ര ടൈമിനുള്ളിൽ തീർക്കണം, അല്ലെങ്കിൽ വീട്ടിലൊരു 10 ഗസ്റ്റ് വരുന്നു, നമുക്ക് ഇത്ര നേരത്തിനുള്ളിൽ ഫുഡ് ഉണ്ടാക്കി തീർക്കണം. അപ്പം നമ്മളെല്ലാം അവസാനത്തേക്ക് വെക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും ആ സ്ട്രെസ്സ് വരികയാണ്. നമ്മൾ അറിയുന്നില്ല, അതും ഒരു തരത്തിലുള്ള സ്ട്രെസ്സാണ്. അപ്പം പിന്നീട് നമുക്ക് എന്തെങ്കിലും നല്ല സൗഹൃദങ്ങൾ നമുക്ക് വേണം. കാരണം നല്ല സൗഹൃദങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അത് നമുക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാം. അതുപോലെ നമ്മൾ വീണ്ടും ഒരു കാര്യം കൂടി ചിന്തിക്കുക. സോക്രട്ടീസ് പറഞ്ഞതുപോലെ നമുക്ക് ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത് തൊട്ടടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അറിവ്. നമുക്കറിയില്ല. അപ്പം നമ്മളെന്താണ് ചെയ്യേണ്ടത്? ആ നിമിഷത്തിൽ ഈ മൈൻഡ്ഫുൾനെസ്സിനോടുകൂടി നമ്മുടെ ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കാൻ പഠിക്കണം. അത് വളരെ നമ്മൾ ചിന്തിച്ച് നോക്കൂ. നമ്മൾ അങ്ങനെ ഈ നിമിഷത്തിൽ നമ്മളെല്ലാം, നമുക്കൊരു ഐസ്ക്രീം കിട്ടി, അതിൻ്റെ ഭംഗിയും രുചിയും എല്ലാം കണ്ട് നമ്മൾ ആസ്വദിക്കുക. ഒരു കൊച്ചു കുട്ടിക്ക് ഒരു കളിപ്പാട്ടം കിട്ടുന്നത് പോലെ അത്രമാത്രം സന്തോഷത്തോടുകൂടി നമ്മൾ ജീവിക്കുക. അപ്പം നമുക്ക് നമ്മുടെ തൊഴിലിടങ്ങളിലായാലും ശരി, നമ്മുടെ കുടുംബത്തിലായാലും ശരി, നമ്മുടെ മനസ്സിനെ കുറച്ചുകൂടി വലുതാക്കുക. കാരണം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ മനുഷ്യർ മറന്നേക്കാം, നമ്മൾ ചെയ്ത കാര്യങ്ങൾ മനുഷ്യർ മറന്നേക്കാം. പക്ഷേ നമ്മൾ എങ്ങനെയാണോ അവരെ ഫീൽ ചെയ്തിരിക്കുന്നത്, നമ്മളുടെ പ്രവൃത്തി കൊണ്ട് അവർക്കുണ്ടായ ഒരു ഫീല്,
അതൊരിക്കലും നമ്മളൊരു വലിയൊരു ജലാശയത്തിലേക്ക്, ഒരു ഓഷനിലോട്ട് ഒരു കല്ലെടുത്തിടുക, അതിൻ്റെ ആഴങ്ങളിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുന്നത് എത്രമാത്രം ദൃഢതയിലാണെന്ന് നമുക്കറിയില്ല. അപ്പം നമ്മൾ പറയുന്ന ഓരോ വാക്കും പ്രവൃത്തിയും എല്ലാം ശുദ്ധമായിരിക്കാൻ ഗുരു പറഞ്ഞതുപോലെ കർമ്മശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി എന്ന് പറഞ്ഞതുപോലെ നമ്മൾ മനസ്സിൽ അത് ആ കർമ്മശുദ്ധിയും വാക്ശുദ്ധിയും മനഃശുദ്ധിയും ഉണ്ടായിരിക്കുക. നല്ല മനസ്സിൽ നിന്ന് മാത്രമേ നല്ല വാക്ക് വരൂ, നല്ല വാക്ക് മാത്രമേ നല്ല കർമ്മമായി മാറുകയുള്ളൂ. ആ കർമ്മമണ്ഡലത്തിലാണ് നമ്മൾ നിൽക്കുന്നതും അവിടെയാണ് നമ്മൾ ജീവിക്കുന്നതും. അതാണ് നമ്മുടെ ജീവിതം. അതെപ്പോഴും മനസ്സിൽ കരുതുക. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എല്ലാവരും എപ്പോഴും സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയിരിക്കുക. നന്ദി. അടുത്തത് സിന്ധു മോഹൻ ഫ്രം ഫിലഡൽഫിയ. Hi, everybody. I'm going to make this very short and sweet. Our time is very, very limited. Many of the distinguished women up here have already spoken about women's self-care. I'm going to try to put it all together. First of all, physical and mental health combined allow us to be better. So by physical health, I mean by what do we do? Every day we have to be able to exercise, we need to eat a well-balanced meal, and we need to take what they call time out. Time out for ourselves, to have no thoughts that have to say, what do I have to do next? Take 2 minutes or 30 seconds, or if you're able to do 40 minutes of just silently, not even thinking about anything, no phone, no TV, no nothing, just thinking of nothing. If you want to, like Swamiji has told us, of medication, of yoga, things that will help us to be relaxed. I would honestly say that I have finally chose myself, and I'm very selfish with what I want to do with myself. I have a routine every morning. I get up at 4:30. Yeah, I said 4:30 a.m. every morning because that is the only time that I have for me. I go to the gym, I work out for an hour, I come home, and then starts the routine of going to work. I go to work, my mental health is already positive, I feel good. That exercise has already released all the dopamines and have really, really set the day. If I do not exercise that day, my entire day does not feel right. So, what I want to ask you ladies is, how many of you go out there and exercise? I don't mean going to a gym. I'm talking about just simply walking, taking your time away from your house. You know, everybody's like that. I'm like that too. I don't care anymore. I am taking me first. And because I've done that, my life has changed. I do not want any negativity in my life. I don't want to associate with people with any negativity. So I choose positivity in my life. I choose to go with my friends, my girlfriends, not only with my husband and my family, because they are part of me, but I am also someone else. I want to be somebody's friend. I want other things for me. So I do hang with my friends. I go out, we go to plays, we just did a breast cancer walk. These things help my mental health and also my physical, because when I'm physically active, nothing hurts. I don't have joint pain, arthritis isn't kicking me down. I feel good. So physical and mental health combined together provide us with what we need. So ladies, please take that time away from your family, away from everyone, and be selfish for once in your life. Be selfish. Take care of yourself first. Leave your husband, the children, and go find a friend group that is going to be of like minds. Keep that positivity. What Swamiji has taught us, we're here at FSNOA, right? I hope that everybody leaves here with something different, something that they can carry on with themselves. Swamiji has taught us meditation. Unfortunately, Swamiji, I couldn't be there, but I did go to the gym. But I apologize for not coming to yoga, but I do take care of myself.
I eat well, so I drink water. So everything in my life is good, but no negativity in my life anymore. I'm done with that. I am somebody, I am me, and I am valued, and I am loved. So go out there, ladies, find time, be selfish. Nothing wrong with being selfish in life. Thank you, ladies. I would like to call Beena Saji for the next session. ഇതിന് മുമ്പ് സംസാരിച്ച ആരെയും പോലെയല്ല, ഇച്ചിരി സ്റ്റേജ് ഫ്രൈറ്റോടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. അപ്പോൾ ആത്മോപദേശ ശതകത്തെക്കുറിച്ച് പറയാനാണ്, അല്ലെങ്കിൽ അതൊന്ന് പ്രസൻറ്റ് ചെയ്യാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മളൊരു ഇപ്പോൾ ഇന്നലെ സ്വാമിജിയും ഷൗക്കത്തൊക്കെ പറഞ്ഞ പോലെ ഞാനെന്നുള്ള വാക്കുകളൊക്കെ കഴിയുന്നതും കുറച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ആത്മോപദേശ ശതകത്തെക്കുറിച്ചിട്ടൊരു റൈറ്റിംഗ് പ്രോജക്റ്റ് ചെയ്തായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കൗതുകം, ഒരു സ്വപ്നം, അതിൻ്റെ പേരിൽ തുടങ്ങിയതാണ്. യാതൊരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു, യാതൊരു ഗോളും ഇല്ലായിരുന്നു. പക്ഷേ ആദ്യം സ്വാമിജിയോട് സംസാരിച്ചപ്പോൾ കിട്ടിയ ഒരു എൻകറേജ്മെൻറ്റ്, പിന്നീട് ലളിത ചേച്ചിയോട് ഒന്ന് മിണ്ടിയപ്പം പറഞ്ഞു, ഓക്കെ നമുക്കിത് ചെയ്തു തുടങ്ങാം. പിന്നെ ഫസ്റ്റ് ചെയ്തു തുടങ്ങിയ പിന്നെ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുഴ ഒഴുകി എങ്ങനെ ഒരു സ്ഥലത്തോട്ട് ചെന്നു എന്ന് പറയണില്ല, ആ രീതിയിലാണ് കാര്യങ്ങൾ പോയത്. ഇതിലെന്തോരം ശരി തെറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ആത്മോപദേശ ശതകമൊന്നും ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ പഠിക്കേണ്ട കാര്യമല്ല. പക്ഷേ നമ്മളൊരു അറ്റംപ്റ്റ് ചെയ്തു. കാരണം പലരും കേട്ടിട്ടുണ്ട്, പക്ഷെ വായിച്ചിട്ടില്ല. ഞാനുൾപ്പെടെ ജസ്റ്റ് 2-3 കുറച്ച് ശ്ലോകങ്ങളൊക്കെ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു പ്രചോദനമാകും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്ലോകങ്ങൾ വായിച്ചു, പഠിച്ചു, മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ ജീവിതത്തിൽ നമ്മളിത് എവിടെ എങ്ങനെ കുറച്ചെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞ് വിചാരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് എല്ലാവരും ഇത് എഴുതിയത്. ഇതിന് ഒരുപാട് പേരോട് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. കാരണം വെറുതെ ഒരു സ്റ്റേപ്പിൾ വെച്ച് കുറേ പേജസ് ചെയ്യാമെന്ന് വിചാരിച്ചൊരു കാര്യം ഈ ഒരു ബുക്കിൻ്റെ രൂപത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. 100 പേര് എഴുതിയ ശ്ലോകങ്ങളല്ല, അവനവൻ്റെ ജീവിതത്തിനെ ഫോക്കസ് ചെയ്ത് സ്വന്തം ചുറ്റുപാടുകളെ കേന്ദ്രീകരിച്ച് അതിനകത്തുനിന്ന് കിട്ടിയ ഒബ്സർവേഷനിൽ നിന്ന് എഴുതിയതാണ് എല്ലാവരും. പിന്നെ ഒരുപാട് പേരോട് നന്ദി മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് എന്താ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇത്രയും കാലം ഇത്രയും ഒരു പോസിറ്റീവ് എനർജി ഞാൻ അനുഭവിച്ചിട്ടില്ല. അതാണ് എനിക്ക് കിട്ടിയ ഗുണം. പിന്നെ കുറച്ച് പേരുടെ ഉള്ള ഒരു പേരുകൾ പറയാതിരിക്കാൻ പറ്റില്ല. സ്വാമിജി ഫസ്റ്റ് ഓഫ് ഓൾ അതിനെക്കുറിച്ച് സംസാരിച്ച ലളിത ചേച്ചി ഉൾപ്പെടുന്ന സാവിത്രി ടീച്ചറുടെ ഗ്രൂപ്പ് അത് ഇന്നലെ കണ്ടു, അവരുടെ ഒരു സ്ട്രെങ്ത് എത്രയാണെന്ന്. പിന്നെ ഞങ്ങളോട് പറഞ്ഞേരെ 10 എണ്ണം ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞ ഹൂസ്റ്റണിലെ ജോളി ആൻഡ് ഹൂസ്റ്റൺ ഗ്രൂപ്പ്, പിന്നെ എറണാകുളം ഗുരുകുലം സുരേഷ് മുതുകാട്ട് ലീഡ് ചെയ്യുന്ന എറണാകുളം ഗുരുകുലം എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. അങ്ങനെ പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ മറന്നുപോയി FSNO ഭാരവാഹികൾ. കാരണം ഈ ഒരു FSNO ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് പോലും വരില്ലായിരുന്നു. ഇത്രയൊക്കെ ഞാനിപ്പോൾ ഓർക്കണുള്ളൂ പറയാനായിട്ട്. പിന്നെ ആദ്യം തന്നെ ഗ്രൂപ്പിലിട്ടപ്പം എന്താ ചേച്ചി ചെയ്യേണ്ടതെന്ന് ചോദിച്ച ഉഷ, പിന്നെ ഒരു 50 എണ്ണം ചെയ്ത് നിർത്താമെന്ന് വിചാരിച്ചപ്പം അത് പറ്റൂല ചേച്ചി, നമുക്ക് 100 എണ്ണം കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ഡോക്ടർ ശോഭ നാട്ടിൽ നിന്ന് ഇവിടെ വന്നതാണ് കൺവെൻഷന്. അദ്ദേഹത്തിൻ്റെ എനർജറ്റിക്കായുള്ള സ്പീച്ച് എല്ലാവരും കേട്ടതാണ്. പിന്നെ കുട്ടികൾ, ഞാൻ മറന്നുപോയി, കുട്ടികൾ കുറേ പേര് അവരെങ്ങനെയാണ് ഇത് പഠിച്ചെഴുതിയെന്ന് എനിക്കും അറിയാൻ പാടില്ല. അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഇത് എഴുതിയ എല്ലാവരുടെയും ഒന്ന് സ്റ്റേജിലേക്ക് വരണമെന്ന് ക്ഷണിക്കുകയാണ്. അതിലെത്ര പേര് ഇവിടെ ഉണ്ടെന്നറിയില്ല. ഇപ്പം കുറേ പേര് നാട്ടിൽ നിന്ന് എഴുതിയതാണ്. എന്നാലും പിന്നെ ഈ ബുക്കൊന്ന് സ്വാമിജി ഡോക്ടർ പുരുഷോത്തമിന് കൊടുക്കണം എന്ന്
വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ട്, സ്വാമിജി ഞങ്ങൾക്ക് ക്ലാസ് എടുത്തായിരുന്നു. സകല ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സിനെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു. കാരണം 90 കഴിഞ്ഞ് 10, 28 കഴിഞ്ഞ് 48. പക്ഷെ ഞങ്ങളുടെ എല്ലാവരുടെയും സൗകര്യം അനുസരിച്ച് 1000 പേർക്ക് എടുക്കുന്ന പോലെയും 4 പേർക്ക് എടുക്കുന്ന തമ്മിലൊരു വ്യത്യാസമില്ലാതെ എടുത്ത ക്ലാസ്സുകളാണ്. സ്വാമിജി അത് നേരത്തെ പറയാൻ മറന്നുപോയി. ഈ പുസ്തകം ആത്മോപദേശ ശതകം ലഘുചിന്തനം, ഇത് എന്നോട് സംസാരിച്ചത് ഈ ബീന സജീവ് കുമാറാണ്. അത് വ്യാഖ്യാനിക്കുക എന്ന് പറയുമ്പോൾ കുമാരനാശൻ പോലും ഗുരുദേവൻ്റെ അടുത്ത് ഇതായിട്ട് ചെന്നപ്പോൾ അത് വ്യാഖ്യാനിച്ചാൽ തീരില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വ്യാഖ്യാനിച്ചാൽ തീരാത്തതാണത്. പക്ഷെ എന്നെ ആകർഷിച്ചൊരു കാര്യം ഇതാണ്, ആത്മോപദേശ ശതകം ഒരു സാധാരണക്കാരൻ വായിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ, അവരുടെ പ്രായോഗിക ജീവിതത്തിൽ അത് എങ്ങനെ ഗുണകരമായിട്ട് ഭവിക്കുന്നു. അതുകൂടാതെ അതിൽ നിന്ന് സാരവത്തായ ഒരു മെസ്സേജ്, ഒരു ശ്ലോകം വായിച്ച് നമുക്ക് ലഭിക്കുന്നത്, ഇത് ഇങ്ങനെ ഒരു മെത്തേഡിക്കലായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ശ്രീമതി ബീന സജീവ് കുമാർ ശ്രമിച്ചപ്പോൾ ഞാനും വളരെ സന്തോഷിച്ചു. കാരണം ഇത്രയും ആളുകളുടെ പാർട്ടിസിപ്പേഷൻ ഇതിലുണ്ടാകുകയാണ്. ഗുരുവിൻ്റെ ഒരു ശ്ലോകം വായിച്ച് പഠിക്കാനുള്ളൊരു അവസരമാകുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ നിന്ന് തന്നെ ആളുകൾക്ക് ഈ കൃതി തന്നെ ജീവിതത്തിൻ്റെ ഒരു അത്താണിയായിട്ട് വരികയും ചെയ്യും എന്നുള്ളൊരു പ്രത്യാശയാണ് അങ്ങനെ പഠിക്കാനായിട്ട് പ്രേരകമായിട്ട് കരുതിയിട്ടുള്ളത്. ഈ പുസ്തകം അച്ചടിക്കാനും ഇതൊക്കെ ചെയ്യാൻ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തത് എനിക്ക് തോന്നുന്നു എന്നോട് സംസാരിച്ചത് മുഴുവനും ബീന സജീവ് കുമാറാണ്. ഇന്ന് അതൊരു പ്രത്യക്ഷത്തിലുള്ളൊരു പുസ്തകമായിട്ട് മാറി. 80ഓളം പേര് ഇതിൽ എഴുതിയിട്ടുണ്ട്. 100 ശ്ലോകങ്ങൾ, 80ഓളം പേര്. അതിൽ കുട്ടികളായിട്ടുള്ളവരുണ്ട്, മുതിർന്നവരുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, ആദ്യമായിട്ട് പഠിച്ചവരുണ്ട്. അങ്ങനെ ഒരു വൈവിധ്യമാർന്ന ഒരു, എന്താ അതിന് പറയുക, ഒരു അവിയൽ, വളരെ വ്യത്യസ്തമായൊരു അവിയൽ പോലെ ആത്മോപദേശ ശതകം നിങ്ങൾക്ക് രുചിക്കാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കാനുണ്ടെന്ന് തോന്നുന്നില്ല. ആകെ 200 കോപ്പിയാണ് അടിച്ചിട്ടുള്ളൂ. എഴുത്തുകാർക്ക് എന്തായാലും കൊടുക്കണം. ബാക്കി അവസരം പോലെ നിങ്ങൾക്കും വാങ്ങിക്കാം. ഇന്ന് ഇതിൻ്റെ എന്താ പറയുക, റിലീസാണ്, ഈ പുസ്തകത്തിൻ്റെ പ്രകാശനമാണ്. സാറ് വന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. പുരുഷോത്തമൻ സാറല്ലേ? ഈ വർഷത്തെ 2024 കൺവെൻഷൻ്റെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു, എന്നെന്നും നിലനിൽക്കുന്ന ഒരു അസറ്റ് ഇതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഈ പുസ്തകം എല്ലാവരും വീട്ടിലെത്തും, പിന്നീടും അത് എടുത്തു നോക്കും, വായിക്കും. നമ്മുടെ വിനോദങ്ങൾക്കൊക്കെ ഉപരിയായിട്ട്, സന്തോഷങ്ങൾക്ക് ഉപരിയായിട്ട് ഒരു സ്ഥായിയായ ഒരു അസറ്റായിട്ട് ഇത് ഇവിടെ ഉണ്ടാകും. ലഘുചിന്തനം.
നമസ്കാരം. ഈ ഒരു ശ്ലോകം നിരൂപിച്ചതും അഭിപ്രായം എഴുതിയതും യശോധര വാസുദേവൻ. അറിവിലുമേറിയറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്തു പുറത്തു മുജ്വലിക്കും കരുവിനു കണ്ണുകളഞ്ചുമുള്ളടക്കി തെരുതര വീണ് വണങ്ങിയോതിടേണം എന്ന ശ്ലോകത്തെയാണ് ആ മഹതി വ്യാഖ്യാനിച്ച് അവരുടെ അഭിപ്രായം. അതായത് ഈ ശ്ലോകത്തിൻ്റെ സാമാന്യമായ അർത്ഥം പറഞ്ഞു, പിന്നെ നിത്യജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിൽ നിന്ന് സ്വീകാര്യമായ ഒരാശയം അവർ എഴുതി. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിരുന്നു എന്ന ഗുരുവാക്യം. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിരുന്നു. കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയകർമ്മം അവനു വേണ്ടി മാത്രം എന്ന ഗുരുവാക്യം എപ്പോഴും നമ്മുടെ ജീവിത ദർശനമാക്കുക. സ്വന്തം സുഖത്തിനായി ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർക്കും കൂടി ഗുണത്തിനായി വരണം എന്ന വിചാരത്തോടെ എപ്പോഴും പ്രവർത്തിക്കുക. ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ ശ്ലോകം. ചേച്ചി രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് യശോധര ചേച്ചി വിളിക്കണം. ചേച്ചി എല്ലാവർക്കും നമസ്കാരം. നാനാജാതി മതസ്ഥരെ കരുണയാലേകീകരിച്ചിടുവാൻ മാനത്തോട് 73 സമകൾ നന്നായി ശ്രമിച്ചാതരാൽ ദീനന്മാർക്കൊരു ദൈവമായി ശിവഗിരിക്കുന്നിൽ സമാധിസ്ഥനാം ശ്രീനാരായണ ഗുരുദേവ ചെങ്കഴലിൽ തൃക്കാഴ്ച വയ്ക്കുന്നു ഞാൻ. സംപൂജ്യനായ മുക്താനന്ദ സ്വാമിജി, ബഹുമാനപ്പെട്ട ശ്രീ ഷൗക്കത്ത്, ബഹുമാനപ്പെട്ട ജഡ്ജി ശ്രീ സുരേന്ദ്രൻ പട്ടേൽ, ബഹുമാനപ്പെട്ട ഡോക്ടർ മോഹൻ ഗോപാൽ ആൻഡ് ബഹുമാനപ്പെട്ട ഡോക്ടർ പുരുഷോത്തമൻ സാർ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളുമാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഗുരുദേവൻ ആത്മാനുഭവം നേടിയിട്ട് അരുവിപ്പുറത്ത് വിശ്രമിക്കുന്ന കാലത്താണ് ആത്മോപദേശ ശതകം രചിച്ചത്. 1917 മാർച്ചിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്നും ശ്രീനാരായണ ചൈതന്യസ്വാമികൾ ഈ കൃതി പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. അറിവിലുമേറിയറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തു മുജ്ജലിക്കും കരുവിനു കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതര വീണു വണങ്ങിയോതിടേണം. ശ്ലോകത്തിൻ്റെ സാമാന്യമായ അർത്ഥം ആത്മോപദേശ ശതകത്തിലെ ആദ്യ ശ്ലോകത്തിൽ തന്നെ പ്രപഞ്ചാനുഭൂതിയുടെയും അതിൽ നിന്ന് വെളിവാകുന്ന പരമകാരണ സത്തയുടെയും സ്വരൂപം പടിപടിയായി ഗുരുദേവൻ പ്രതിപാദിച്ചിരിക്കുന്നു. പ്രപഞ്ചത്തെ നാം അനുഭവിക്കുന്നത് ബോധത്തിൽ കൂടിയാണ്. ബോധമില്ലെങ്കിൽ പ്രപഞ്ചമില്ല. ആ അറിവ് പ്രപഞ്ചത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു.
അറിവ്, അറിയപ്പെടുന്നത്, അറിയപ്പെടുന്നവർ എന്നിങ്ങനെ ത്രിപടി രൂപത്തിൽ പ്രപഞ്ചം സ്ഥിതി ചെയ്യുന്നു. ഈ അവസ്ഥയെ മറികടന്നാൽ മാത്രമേ ഇതിനെല്ലാം ആധാരമായ കരുവിനെ, ആത്മാവിനെ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. എല്ലാ ജീവികളുടെയും പരമമായ ലക്ഷ്യം അതാണ്. അതിനായി ചെയ്യേണ്ടത് എല്ലാ ഇന്ദ്രിയങ്ങളെയും അടക്കി, മനസ്സാകുന്ന ആറാം ഇന്ദ്രിയത്തെയും അടക്കി പരമാത്മാവിൽ സ്വയം അർപ്പണം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് മുക്തി ലഭിക്കുന്നു. നിത്യജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? നിത്യജീവിതത്തിൽ വിനയത്തോടും അർപ്പണ മനോഭാവത്തോടും നാം ഇടപഴകുന്ന എല്ലാവരുമായി നാം എല്ലാവരും ഒരു പരമസത്തയുടെ ഭാഗമാണെന്നുള്ള ബോധത്തോടെ കാരുണ്യപൂർവ്വം പെരുമാറുക. നമ്മളിൽ നിക്ഷിപ്തമായ കാര്യങ്ങൾ ഏറ്റവും നന്നായി ചെയ്യുക. ഗുരുദേവ പാദങ്ങളിൽ സ്വയം അർപ്പിക്കുക. സ്വീകാര്യമായ ആശയം. അവരിനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു എന്ന ഗുരുവാക്യം എപ്പോഴും നമ്മുടെ ജീവിത ദർശനമാക്കുക. സ്വന്തം സുഖത്തിനായി ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർക്കുടെ ഗുണത്തിനായി വരയണം എന്ന വിചാരത്തോടെ പ്രവർത്തിക്കുക. എൻ്റെ ജീവിതത്തിലും എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിലും ഇന്ന് വരെയും കഴിയാവുന്ന എല്ലാ ഉപകാരങ്ങളും ഒരു വർഷത്തിൽ 3 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ നമ്മൾക്ക് സംഭാവനയല്ല. ആർക്കൊക്കെ അസുഖങ്ങൾ, ക്യാൻസർ പേഷ്യൻസിനാണ് കൂടുതലായിട്ടും കൊടുക്കുന്നത്. അതുപോലെ ഹാർട്ട് പേഷ്യൻ്റ്, ഹാർട്ട് സർജറി, ഇങ്ങനെയൊക്കെയുള്ളവർക്ക് ഞങ്ങളുടെ വരവിൽ വെച്ച് ഒരു 2%, 3% ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് ആരുടെയും അറിഞ്ഞല്ല കൊടുക്കുന്നത്. അതിൻ്റെ പ്രശസ്തിയോ ഒന്നും ആവശ്യമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഗുരുവും നമ്മളെ പഠിപ്പിച്ചേക്കുന്ന അതാണ്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്, അവനവന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിലാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ഗുരുവിൻ്റെ ദർശനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് എല്ലാവരും അനുവർത്തിക്കുക. എൻ്റെ എളിയമായ പ്രഭാഷണം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാനൊരു 2 വാക്ക് പറഞ്ഞുകൊട്ടെ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഇങ്ങനെ ഈ അമേരിക്കയുടെ മണ്ണിൽ ഞാനിവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് 37 വർഷത്തോളം ആകുന്നു. പല ഓർഗനൈസേഷനിലും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ശ്രീനാരായണ അസോസിയേഷനിൽ വളരെ കാലം, വന്ന കാലം തൊട്ട് പ്രവർത്തിക്കുകയാണ്. അതുപോലെ ഈ FSN തുടങ്ങിയപ്പോഴേ ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വളരെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് എല്ലാ കാര്യവും. പക്ഷേ ഇതുപോലെ ഒരു കാര്യം ചെയ്യാനായിട്ട് ഇത്രയും വർഷം ഇത്രയും ലേഡീസ് ഉണ്ടായിട്ട് മുന്നോട്ട് വരാൻ ആരെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല. ഡേ 1 ബീന എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, സംരംഭമുണ്ട്. ഞാനപ്പോൾ കൺവെൻഷനെ പറ്റി വരുന്നതിനെ പറ്റി ഒന്നും യാതൊരു ചിന്തയില്ലായിരുന്നൊരു സമയത്താണ് വിളിച്ച് പറയുന്നത്, ഇങ്ങനെ ഒരു പ്ലാനുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. പ്രസന്ന ഇഷ്ടമുള്ള ഒരു പദ്യം ഇതിന്ന് ചൂസ് ചെയ്ത് പറയൂ, നമുക്കിങ്ങനെയൊക്കെയാണ് പ്ലാന്, അത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, എനിക്കൊന്ന് എഴുതി തരാമോ, വിവരണമെന്ന് ചോദിച്ചു. പക്ഷേ എന്നിട്ട് പറഞ്ഞു, നമുക്കൊരു 30 എടുക്കാനാണ് പ്ലാന്, അത്രയും പേരെല്ലാം നമ്മളെ കൂട്ടത്തിൽ വരികയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇതിപ്പോൾ ഒരു 100 ലൈൻസ് നമുക്ക് എടുക്കാൻ പറ്റി കേട്ടോ. അതൊരു വലിയ പ്രചോദനമാണ്. നമ്മുടെ ഈ വുമൻസിനെ എല്ലാം പ്രതിദാനം ചെയ്തുകൊണ്ട് ബീന ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ബീനയ്ക്കൊരു ഇൻസെൻറ്റീവ് കൊടുക്കണം എപ്പോഴും. ഇതൊരു പ്രചോദനമായിട്ട്. പ്ലീസ് ബീന, കം ഫോർവേഡ്. Swamiji, please give it to Veena, the incentive. ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ. ഇനി രണ്ടാമതുള്ളവരൊക്കെ പറഞ്ഞു. എല്ലാവരും പറഞ്ഞാണ് പറഞ്ഞു.
സംപൂജ്യ സ്വാമിജി, നമ്മുടെ ചെയർമാൻ ഡോക്ടർ ചന്ദ്രോത്ത് പുരുഷോത്തമൻ, വേദിയിലിരിക്കുന്ന സജ്ജനങ്ങളെ, ഇങ്ങനെയൊരു സംഗതി ബീന പറഞ്ഞപ്പോൾ നല്ല കാര്യമെന്ന് തോന്നി. എനിക്ക് വലിയ അറിവൊന്നുമില്ല ഇതേക്കുറിച്ച്, എങ്കിലും വായിച്ചിട്ടുണ്ട്. പക്ഷേ അതിലെ 2 പദ്യം എഴുതുവാൻ എനിക്കും ഭാഗ്യമുണ്ടായി. ആ പദ്യം എഴുതിയൊന്നും ഇപ്പം പറയുന്നില്ല. പക്ഷേ ഞാനിവിടെ ഇന്ന് നിൽക്കുന്നത് ഗുരുദേവൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണം ഞാൻ പറയാം. 16 വയസ്സുള്ളപ്പോൾ ചങ്ങനാശ്ശേരി പായിപ്പാട് ഭജനമഠത്തിൽ ഞാനെന്ന ഭാവമല്ല ലക്ഷ്മിക്കുട്ടി പണിക്കർ ഒരു വനിതാ സമാജം ഉണ്ടാക്കി. 16-ാമത്തെ വയസ്സിൽ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ പല വീട്ടുകളിലും തെണ്ടാൻ പോയി. അന്ന് മുതലേ നാട്ടുകാരുടെ ഒരേ വഴക്കും കേട്ട് എൻ്റെ ഹസ്ബൻഡ് പറയും എൻ്റെ തൊലിക്ക് ഭയങ്കര കട്ടിയാണത്. ആരെന്ത് കമ്മ്യൂണിറ്റി പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ, എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ മുന്നോട്ട് പോകും. ആ 16 വയസ്സിൽ 1961 2000 രൂപ ഇന്നത്തെ നമ്മുടെ $2 ലക്ഷം ആ 2000 രൂപ ഉണ്ടാക്കി. അന്ന് ഞങ്ങളുടെ ഭജനമഠത്തിൽ, നമ്മുടെ ഭജനമഠത്തിൽ വിഗ്രഹമില്ലായിരുന്നു. വെള്ളി കൊണ്ടൊരു ഗുരുദേവ വിഗ്രഹം പണിയിച്ച് സ്വർണം പൂശിച്ച് പിഴവാതിൽ നിന്നും ആനപ്പുറത്ത് എഴുന്നള്ളത്തും താലപ്പൊലിയുമായി ആ ഭജനമഠത്തിൽ വെക്കുവാൻ ഈ എളിയവൾക്ക് സാധിച്ചു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ വലിയമ്മച്ചിയുടെ മകൻ ഫാമിലി ഭോപ്പാലിൽ വന്നു എന്നെ കൊണ്ടുപോയി. അവിടെ ഇൻ്റർവ്യൂവിന് ചെന്നതിൽ എനിക്കാണ് കിട്ടിയത്, എൻ്റെ കൂട്ടത്തിൽ പോയവർക്ക് കിട്ടിയില്ല. അങ്ങനെ അന്ന് മുതൽ 4 വർഷം ഭോപ്പാലിൽ പഠിച്ചു, കഷ്ടപ്പെട്ടു. 3 മക്കളെ, 3 മരുമക്കളെ, 5 ഗ്രാൻഡ് ഡോട്ടേഴ്സ്, എല്ലാവരും സന്തോഷമായിട്ട് വാഷിങ്ടൺ DC-യിൽ മേരിലാൻഡ് എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഇതൊന്നും എൻ്റെ കഴിവല്ല. ഐ ആം ആൻ ഇൻസ്ട്രുമെൻറ്റ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം, വി ആർ ആൻ ഇൻസ്ട്രുമെൻറ്റ്, ഐ ആം ആൻ ഇൻസ്ട്രുമെൻറ്റ്. ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് ആരാണ്? ഞാൻ ചെയ്തു. ഞാൻ പ്രസിഡൻ്റാണ്. ഒരു പദവി എടുക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഞാൻ പല സംഘടനകളിലും 1975 ജനുവരി 20 ഞാനിവിടെ വരുന്നത്. 50 വർഷമാകാൻ പോന്നു. പലയിടത്തും എനിക്കൊന്നും അറിയത്തില്ല. ഐ ഡോണ്ട് ഹാവ് എനി ഡിഗ്രി, ബട്ട് ഐ എം എ ഹ്യൂമൻ ബീയിങ്. ഐ എം എ മലയാളി ലേഡി. ഐ എം ശ്രീനാരായണ ഭക്ത എന്ന് പറഞ്ഞിട്ടൊരു ഫലവുമില്ല. എല്ലാവരോടും കൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾ എഴുതിയുകൊണ്ടോ പറഞ്ഞുകൊണ്ടോ ഒരു ഫലവുമില്ല. പ്രാവർത്തികമാക്കുക, നിങ്ങളുടെ പ്രവൃത്തിയിൽ കാണിക്കുക. അതാണ് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത്. മനസ്സാ വാച കർമ്മണ ചെയ്യുന്നത് നിഷ്കാമ കർമ്മമായിട്ടെടുക്കണം. ഞാൻ ചെയ്യുന്നതിൻ്റെ ഫലം എനിക്ക് വേണ്ട. നീക്ക് അർഹതയുണ്ടെങ്കിൽ ഭഗവാൻ തരും. ചോദിച്ച് മേടിക്കേണ്ട കാര്യമല്ല. അതുകൊണ്ട് എല്ലാവരും വെറുതെ വാഗണ്ട് പറയാതെ പ്രവൃത്തിയിൽ കൂടി നമ്മുടെ സംഘടനയെ വലുതാക്കുക. എനിക്ക് വലിയ അറിവൊന്നുമില്ല, പക്ഷേ കുറച്ചു കാലം ടച്ചൊന്നുമില്ലായിരുന്നു. നഴ്സിങ്ങിന് പോയി കുട്ടികളെ വളർത്തി കുറച്ച് കാര്യങ്ങളിപ്പം ചെയ്യാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. എനിക്ക് വളരെ വിഷമമുണ്ട് പറയുന്നതിൽ. കാരണം നമ്മൾ എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു, എന്തുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒത്തൊരുമയായി കൂടിക്കൂടാ? ഈ സദചിത്രം കണ്ടാൽ പോരാ. ഓക്കെ, നമ്മളൊന്ന് ഉയർന്നാൽ വാഷിങ്ടൺ DC അല്ല, അമേരിക്കയല്ല, കേരളത്തിൽ പോലും പലതും ചെയ്യാൻ പറ്റും നമുക്ക്. എന്തുകൊണ്ട് പറ്റുന്നില്ല? ഞാനത് വളരെ വിഷമത്തോടു കൂടിയാണ് പറയുന്നത്. കാരണം നല്ല ഒരു അസോസിയേഷൻ വാഷിങ്ടണിലും ഉണ്ടായിരുന്നു. വെറുതെ മനുഷ്യർ പൊസിഷന് വേണ്ടിയിട്ട് തലതല്ലി അവിടെ കയറിയിട്ട് നല്ല അസോസിയേഷൻ ഇപ്പം പൊട്ടിത്തെറിപ്പിച്ചു. ഇതൊക്കെ വളരെ വിഷമമുണ്ട്. 2000 കഷ്ടപ്പെട്ട് ചെയ്ത അസോസിയേഷനാണ്. എനിക്ക് ഒത്തിരി പറയാനുണ്ട്. അത് ഈ വേദിയല്ല. നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക, നമ്മൾ ഒന്നിച്ച് നിന്നാൽ പലതും നേടാം. നമ്മൾ ഒന്നിച്ച് നിൽക്കുക, ഒരുമയോടുകൂടി നിൽക്കുക. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. വളരെ ഇമോഷണലും സത്യസന്ധവുമായ അഭിപ്രായങ്ങളും ജീവിതാനുഭവങ്ങളും എല്ലാവരും ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. ഇന്ന് ആരുടെ കൃപയാലാണോ നാം എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്, ആ മഹാശക്തിക്ക് മുമ്പിൽ എൻ്റെ പ്രണാമം. 48.5 വയസ്സ് കഴിയുമ്പോഴാണ് അമേരിക്കയിലേക്ക് പോരാനുള്ള എൻ്റെ വിസ റെഡിയാവുന്നത്. എൻ്റെ അച്ഛനും അമ്മയും വളരെ വലിയ ഗുരുഭക്തരാണ്. എനിക്കത്ര വലിയ ഭക്തിയൊന്നും അന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ പുണ്യപ്രവൃത്തിയുടെ ഫലത്താലായിരിക്കാം ജീവിതത്തിൽ എനിക്ക് സ്വാമി മുക്താനന്ദ യതിയെ എൻ്റെ സ്പിരിച്വൽ ടീച്ചറായും ഗൈഡായും സുഹൃത്തായും പ്രശ്നങ്ങളിൽ വഴികാട്ടിയായും ഒക്കെ ലഭിച്ചു.
13 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ നേരിട്ടും അല്ലാതെയും പങ്കെടുക്കാൻ ഭാഗ്യം സിദ്ധിച്ചു. ഞാൻ നാട്ടിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേഷൻ പൊസിഷനിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങോട്ടുള്ള വിസ റെഡിയാകുന്നത്. വളരെ കൺഫ്യൂഷനായിരുന്നു. കാരണം ആ പ്രായത്തിൽ ഇവിടെ വന്നാൽ ഞാൻ എങ്ങനെ അമേരിക്കയിലെ ജീവിതവുമായി പൊരുത്തപ്പെട്ടു പോകും? എനിക്കതിനൊരു ഉത്തരം കണ്ടെത്താനായില്ല. ഞാൻ സ്വാമിജിയെ വിളിച്ച് ചോദിച്ചു. സ്വാമിജി അപ്പോൾ ഗുരുവിൻ്റെ വചനങ്ങളിലൂടെ എനിക്ക് വേണ്ടുന്ന എല്ലാ മാർഗനിർദ്ദേശവും ധൈര്യവും ഭയമില്ലായ്മയും, എനിക്കറിയില്ല എന്താണ് എനിക്ക് പകർന്നു തന്നതെന്ന്. ആ ഒരു ശക്തി, ഗുരുവിൻ്റെ ശക്തി സ്വാമിയുടെ വാക്കുകളിലൂടെ എൻ്റെ ചെവിയിലൂടെ എൻ്റെ ആത്മാവിലെത്തി. അത് എന്നെ പ്രചോദനം കൊള്ളിച്ചു, എന്നെ ശക്തിയാക്കി, എന്നെ ധൈര്യപ്പെടുത്തി. ഇന്ന് ഞാൻ ഈ സ്റ്റേജിൽ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് അമേരിക്കയിൽ ഞാൻ വന്നിട്ടുള്ള ആദ്യത്തെ ശ്രീനാരായണഗിരിയുടെ കൂട്ടായ്മയാണെന്ന് ഞാൻ കരുതുന്നു. അതിനൊരേ ഒരു കാരണം ഗുരുവാണ്. എന്നോടുള്ള ഗുരുവിൻ്റെ കൃപയാണ്, കരുണയാണ്. ഞാൻ എന്നും ഗുരുവിന് വേണ്ടി ജീവിക്കാൻ ബാധ്യതപ്പെട്ടവളാണ്. എനിക്ക് പറ്റുന്നത്ര നന്മ ഗുരുവചനങ്ങളിൽ നിന്നും ഉൾക്കൊണ്ട് അതിനുവേണ്ടി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നന്ദി. ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. സംപൂജ്യ സ്വാമിജി, ശ്രീ ഷൗക്കത്ത്, ഡോക്ടർ പുരുഷോത്തമൻ, മറ്റ് വേദിയിലിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ പ്രണാമം. ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റേജിൽ കയറുന്നത്. ഇങ്ങനെയൊന്നും സംസാരിച്ചൊന്നും ഒരു പരിചയമൊന്നുമില്ല. എന്നാലും ബീന ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ 2 വാക്ക് പറയുകയാണ്. ആദ്യമായി ബീന എന്നോട് വിളിച്ച് ഒരു ശ്ലോകം എഴുതാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇതെന്നെക്കൊണ്ട് സാധിക്കുന്നതാണോ എന്നൊരു സംശയം ഉള്ളിലുണ്ടായിരുന്നു. എങ്കിലും എൻ്റെ മനസ്സിൽ തോന്നിയതൊക്കെ ഞാൻ കുറിച്ചിട്ടിട്ട് സ്വാമിജിക്ക് ഞാൻ അയച്ചു കൊടുത്ത് സ്വാമിയോട് അഡ്വൈസ് ചോദിച്ചു. സ്വാമിജി പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല. സ്വാമിജി എനിക്ക് കുറച്ചുകൂടി ഉപദേശങ്ങൾ തന്നു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം സ്വാമിജി പറഞ്ഞു ഇതൊക്കെ വെച്ച് ഇതൊന്നും കൂടി ഒന്ന് പുഷ്ടിപ്പെടുത്തി എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ എൻ്റെ കഴിവനുസരിച്ച് ഞാൻ എഴുതി. പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു സന്തോഷം തോന്നി. എനിക്ക് തോന്നിയത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തോന്നി എനിക്ക് ഇനിയും ഗുരുദേവ കൃതികൾ ഞാൻ വായിക്കുകയും ആത്മോപദേശം ശതകം വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ഇനിയും ഇത് പഠിക്കണം എന്നുള്ള ഒരു മനസ്സാണ് എനിക്ക് തോന്നിയത്. എനിക്കതിന് സ്വാമിജിയോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. സ്വാമിജി ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു. അതുപോലെ ഇനിയും സൂമായിട്ട് ഞങ്ങളെ ഗുരുദേവ കൃതികൾ പഠിപ്പിക്കണമെന്ന് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിനു വേണ്ടി മുന്നോട്ടിറങ്ങി തിരിച്ച ബീനായെ എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതി വരില്ല. ബീനായുടെ ഒരൊറ്റയാളുടെ ആ നല്ല മനസ്സുകൊണ്ടാണ് ഇത്രയും നല്ലൊരു കാര്യം നമുക്ക് സാധിക്കാൻ സാധിച്ചത്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സ്ത്രീകൾക്കായിട്ട് ആദ്യമായിട്ടൊരു വനിതാ സമ്മേളനം നടത്തിയ ശ്രീനാരായണ ഗുരുവിന് വലിയൊരു നമസ്കാരം. അത് 1904 അരുവിപ്പുറത്ത് വെച്ചാണ് നടന്നത്. അന്ന് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ ആദ്യത്തെ വാർഷിക യോഗമായിരുന്നു അത്. അവിടെ വെച്ചാണ്. അന്ന് അവിടെ ഒരു അധ്യക്ഷയുണ്ടായിരുന്നു, ഡോക്ടർ പൽപ്പുവിൻ്റെ അമ്മ. ആ അമ്മയെന്ന് പറഞ്ഞായിരുന്നു, നിങ്ങൾ സ്വർണം വിറ്റും നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുക എന്നൊരു ആഹ്വാനം കൊടുത്തിരുന്നു. ഇന്നിപ്പം നമ്മൾക്ക് കാണാം, നമ്മുടെ സ്ത്രീകൾ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കണ്ടു. നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റ് തുടങ്ങിയിട്ട് നമ്മുടെ FSNOയുടെ ഇവിടെ വരെ സെക്രട്ടറിയും അസിസ്റ്റൻറ്റ് സെക്രട്ടറിയും ഒക്കെ സ്ത്രീകൾ തന്നെയാണ്. അത്ര നമ്മൾ ഉയർന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വളരെ നന്ദിയോടെ, നമ്മൾ സ്ത്രീകൾ എങ്കിലും വളരെ നന്ദിയോടെ ശ്രീനാരായണ ഗുരുവിനോട് എന്നും നന്ദിയുള്ളവരായിരിക്കണം. പിന്നെ വേറൊരു കാര്യം ഗുരു ചെയ്തിട്ടുള്ളത്, അന്ന് ഗുരു പറഞ്ഞത് നമ്മളെ സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി പല കാര്യങ്ങൾക്കും അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്. പ്രധാനമായിട്ട് പറഞ്ഞത് ആണുങ്ങൾക്ക് മാത്രമല്ല
സ്ത്രീകൾക്കും വിദ്യാഭ്യാസം വേണം, ഈ വക കാര്യങ്ങളിൽ അവരെ പിന്നോട്ട് തള്ളിയിടരുത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു വേറൊരു കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അക്ഷര വിദ്യാഭ്യാസം മാത്രം പോരാ, അവരെ ഉത്തമ ഗൃഹസ്ഥാശ്രമികളാക്കാനുള്ള അതും കൂടെ അവരെ പഠിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഗുരു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുരു പറഞ്ഞത് സ്ത്രീകൾ നന്നായാൽ അവർ തെറ്റിയാൽ ആകെ തെറ്റും, അവർ ശരിയായാൽ സർവം ശുഭം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ നമ്മളെല്ലാവരും നമുക്കറിയാം. ഒരമ്മയോടാണ് എല്ലാവരും വന്ന് കാര്യങ്ങൾ പറയുന്നത്. ഭർത്താവാണെങ്കിലും പറഞ്ഞത് എന്നെ ഇത് നോക്കിയെന്ന് പറയും, കുട്ടികളാണെങ്കിലും അമ്മയുടെ അടുത്തേക്കാണ് വരുന്നത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് അങ്ങനെ ഒരു പിന്നെ അതിൻ്റെ കൂടെ വേറൊരു കാര്യം നമുക്ക് സുജിയൊക്കെ ഇവിടെ പറഞ്ഞു, സാമ്പത്തികത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ആ സാമ്പത്തികത്തിന് വേണ്ടി ഇവരെ ചെറുപ്പത്തിലെ തന്നെ തയ്യൽ തുടങ്ങിയ പല കൈത്തറി തൊഴിലുകളും കൂടെ ഗുരു അന്ന് അവരെ സമർത്ഥരാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നിർദ്ദേശിച്ചു കൊടുത്തിരുന്നു. പിന്നെ ഈ കുട്ടികളൊക്കെ പഠിച്ചു തുടങ്ങിയ സമയത്ത് ഉപരിവിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അവർ വന്നു തുടങ്ങിയപ്പോൾ താമസിക്കാൻ സ്ഥലം വേണമായിരുന്നു. അതിന് സാധാരണ തിരുവനന്തപുരത്തെ ഒരു സാധനം തുടങ്ങി നാരായണിയമ്മയാണ് അത് അവരെ ഏൽപ്പിച്ചത്. ആണുങ്ങളെല്ലാം ഏൽപ്പിച്ചത് ഒരു കുതിരപ്പവൻ കൊടുത്തിട്ടാണ് പറഞ്ഞത് കുട്ടികൾക്ക് താമസിക്കാൻ വേണ്ടി. SNV സാധനം തിരുവനന്തപുരത്തെ ആദ്യത്തേത് അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അങ്ങനെ ഗുരു നമ്മൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗുരു പറഞ്ഞത് നമ്മൾ വായിച്ച് വലുതാവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല പുസ്തകങ്ങൾ വായിക്കണം, അത് നമ്മളത് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ ഗുരുകൃതിയൊക്കെ ആണെങ്കിലും പഠിക്കണമെങ്കിൽ നമുക്ക് വായനയും വേണം, അത് നമ്മൾ ആഴത്തിൽ പഠിക്കുകയും ചെയ്യണം. ഇത് ഗുരുവിനെ പറ്റി വെളിയിലൊക്കെയാണെന്ന് തോന്നുന്നു കൂടുതൽ ആഴത്തിൽ പഠിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം നമ്മൾ കേൾക്കുന്നത് അങ്ങനെയാണ്. ഒരു ഉദാഹരണത്തിന് the creator and the magically created variety of things and the substance of creation is God. Saint Narayana of India എന്ന് ഓസ്ട്രേലിയയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ റിസർച്ച് ചെയ്തതല്ല, ഞാൻ കേട്ട ഒരു കാര്യമാണിത്. അവിടെ കുട്ടികൾക്ക് ഡിപ്രഷനോ വിഷമോ ഒക്കെ ഉണ്ടാകുമ്പോൾ കൗൺസിലിങ്ങിന് ചെല്ലുമ്പോൾ അവിടെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അവർക്ക് അവിടെ അന്ന് ക്ലാസ് കൊടുത്തിരുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം. ഈ സംഗതി ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും ദൈവദേശത്തിലെ 4 ലൈൻ്റെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ ധാരാളമായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് വായിച്ചാലാണ് നമ്മൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതിന് നമ്മൾ ആഴത്തിൽ പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഈ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇവിടെ ആത്മോപദേശ ശതകത്തിനെ പറ്റിയാണ്. ഈ പറഞ്ഞതുപോലെ നമ്മൾക്ക് എത്ര പരിശ്രമിച്ചാലും ഗുരു കൃപയില്ലെങ്കിൽ ഒരക്ഷരം പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല, ചെയ്യാൻ പറ്റത്തില്ല. ബീന എന്നോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ബീന ഒന്നും ചെയ്യണ്ട ജീവിതത്തിൽ, ഇത് മതി ബീനയ്ക്ക് ഗുരുകൃപ ഉണ്ടാവാനായിട്ട്. ഒരു കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം ബീന. 1917 ഗുരു എഴുതിയ ഒരു കൃതിയാണ് ഈ ആത്മോപദേശ ശതകം എന്ന് പറഞ്ഞത്. നമ്മൾക്ക് എത്ര പേർക്ക് 4 ലൈൻ ചെല്ലാൻ പറ്റുന്നുണ്ട്? ഇന്നും അത് ഒരു സംസ്കൃത കൃതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് ചിലരൊക്കെ. അത് മലയാളമാണ്. എന്നിട്ട് നമ്മളത് ചെല്ലുന്നില്ലെങ്കിൽ എന്തൊരു തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊന്നും ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ വേറൊന്നും ആവശ്യമില്ല, ഇത് മതി, നിങ്ങൾക്ക് ഗുരുകൃപ ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ ഉണ്ണി എന്ന് വിളിക്കുന്ന സഞ്ജീവന്, ബിനയുടെ ഹസ്ബൻഡ്, ഞാൻ അങ്ങനെയാണ് വിളിക്കാറ്, സഞ്ജീവനും ഇത് പറഞ്ഞു. ഇതിനെപ്പറ്റി ഒരു കാര്യം പറയുമ്പോൾ അവരുടെ മനോഭാവം, ആ വിനയം, ആ എളിമ, അതാണ് അവർക്ക് ഈ ഗുരുകൃപ ഉണ്ടാകുന്നത്. ഇതുപോലെ വേറൊരാൾ എനിക്ക് പറയേണ്ടതുണ്ട്. സുരേഷ് അവിടെ ഇരിപ്പുണ്ട്. ഒരു 10-12 വർഷം മുമ്പ് ആ സുരേഷാണ് എന്നെ ആദ്യമായിട്ട് SNL ചേച്ചി പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്, ചേച്ചി പറയണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത് ആ സുരേഷാണ്. ഞാൻ ഒത്തിരി എതിർത്തു വന്ന്, ഞാൻ ഈ ചേച്ചിമാരൊക്കെ പറഞ്ഞ് ചേട്ടന്മാരൊക്കെ പറഞ്ഞ കേട്ട് ഇരുന്ന് പോകുന്ന ഒരാളാണ്. അല്ല, ചേച്ചി പറഞ്ഞ് ഞങ്ങൾക്ക് കേൾക്കണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച ആളാണ് സുരേഷ്. പിന്നെ ഇതിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ പറയാനുള്ളത്, ആത്മോപദേശത്തിലെ 22ാമത്തെ ഒരു ശ്ലോകം, അതാണ് എൻ്റെ ഒരു മെസ്സേജായിട്ട് പറയാനുള്ളത്. പ്രിയം, സ്വാമിജി ഇന്നലെ പറഞ്ഞത്, പ്രിയം അപരൻ്റെ അതെൻ പ്രിയം, ത്വദീയ പ്രിയം അപരപ്രിയം, ഇപ്രകാരമാകും നയം. ഈ ഒരു നയം നമുക്ക് ലോകത്തിൽ വേറെ ആരും പറഞ്ഞു തന്നിട്ടില്ല.
കാര്യം ഞങ്ങൾ ഇന്നലെ പ്രസൻറ്റ് ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നടരാജഗുരുവിനോളം ശ്രീനാരായണ ഗുരുവിനെ മനസ്സിലാക്കിയ, ആത്മീയമായിട്ട് മനസ്സിലാക്കിയ വേറൊരാളില്ല. അദ്ദേഹം ഇത്രയും രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ചതിന് ശേഷം ഇന്നലെ പറഞ്ഞ ഞാൻ ഒന്നും കൂടെ ഞാൻ ആവർത്തിച്ച് പറയുവാണിത്. ശ്രീനാരായണ ഗുരുവിനോളം സത്യം ദർശിച്ച് അവതരിപ്പിക്കാൻ സൂക്ഷ്മതയോടും സ്വച്ഛതയോടും ശാസ്ത്രീയതയോടും കൂടി സത്യം ദർശിച്ച് അവതരിപ്പിക്കാൻ ലോകത്തിലെ ഒരു ശാസ്ത്രജ്ഞനും ചിന്തകനും സാധിച്ചിട്ടില്ല എന്ന സത്യം ബോധ്യപ്പെടാൻ എൻ്റെ യാത്ര എനിക്ക് ഉപകരിച്ചു എന്ന് നടരാജഗുരു പറയുമ്പോൾ നമസ്കരിക്കാനല്ലാതെ വേറൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് സംശയമുണ്ടോ അതെല്ലാം ഈ ഗുരുകൃതിയിൽ ആത്മോപദ ശതകത്തിൽ ഉണ്ട് എന്ന് നിത്യഗുരുവും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇതിൻ്റെ ഈ മെസ്സേജ് എന്നാന്ന് പറഞ്ഞാൽ, ആ ഒരു നയം, ഒരു പരിഗണന നമ്മൾ സഹജീവികളോട്, നമ്മുടെ കൂടെ ജീവിക്കുന്നവരോട് ഒക്കെ ഒരു പരിഗണന. എങ്ങനെ നമുക്ക് പരിഗണന കൊടുക്കാൻ പറ്റും? നമ്മുടെ കൂടെ ഉള്ള 4 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രമേ ഇതിനെപ്പറ്റി അറിയുള്ളൂ എങ്കിൽ, അതുകൊണ്ട് മറ്റവരെ കൂടെ നമ്മൾ പഠിപ്പിച്ചെടുക്കുക, പറഞ്ഞു കൊടുക്കുക. ആ ഒരു നയം അത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. എല്ലാവർക്കും നമസ്കാരം.